സ്വന്തം നാട്ടിലേക്ക് എന്ന് മടങ്ങി വരാൻ കഴിയുമെന്ന് ഉറപ്പില്ലാത്ത അവസ്ഥ. അത്തരം ഒരു അനിശ്ചിതത്വത്തിലാണ് പ്രവാസികൾ. ഉറ്റവർ മരിച്ചാൽ പോലും നാട്ടിൽ എത്താൻ കഴിയാത്ത അവസ്ഥ. ഇനി എന്നത്തേക്ക് നാട്ടിലെത്താൻ കഴിയും എന്ന ചോദ്യത്തിനും കൃത്യമായ ഉത്തരം നൽകാൻ ഭരിക്കുന്നവർക്കും കഴിയുന്നില്ല. പ്രവാസികളുടെ ഈ ആശങ്കയെ മുൻനിർത്തിയാണ് ഈ കോവിഡ് കാലത്ത്, ഈ പ്രതിരോധ കാലത്ത് മുൻ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടി ന്യൂസ് 18 കേരളവുമായി സംസാരിക്കുന്നത്. പ്രേക്ഷകർക്ക് അദ്ദേഹത്തോട് ചോദ്യങ്ങൾ ചോദിക്കാവുന്നതാണ്, അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങൾ തേടാവുന്നതുമാണ്. ശ്രീ ഉമ്മൻചാണ്ടി, സ്വാഗതം. സ്വാഗതം, നന്ദി. ഇപ്പോൾ കോവിഡ് പ്രതിരോധം, കേരളത്തിൻ്റെ നടപടികൾ വലിയൊരു ആശ്വാസ പാതയിലാണ്. ലോകം മുഴുവൻ അത് നന്നായി ശ്രദ്ധിക്കുന്നുണ്ട്. നന്നായി കേരളം നമ്മളത് കൊണ്ടുപോകുന്നു എന്ന വിലയിരുത്തലുകൾ പൊതുവെ ഉണ്ടാകുന്നുണ്ട്. അത് നമ്മളെ സംബന്ധിച്ച് ആശ്വാസകരമായൊരു കാര്യമാണ്. പക്ഷേ ഈ പറഞ്ഞതുപോലെ ഇനി അങ്ങോട്ട് നമ്മുടെ മുമ്പിൽ ഒരു പ്രധാനപ്പെട്ട ചോദ്യം ഈ പ്രവാസികൾ, അവരുടെ ജീവിതം, അവരുടെ ഇടയിലെ രോഗാവസ്ഥ, അവരുടെ ഭീതിയൊക്കെയാണല്ലോ. അവരെ മടക്കി കൊണ്ടുവരേണ്ടതുണ്ടോ ഈ അടിയന്തര ഘട്ടത്തിൽ? താങ്കളുടെ ഒരു അഭിപ്രായം ആദ്യം. അല്ല, നിശ്ചയമായിട്ടും അവര് നമുക്ക് അതിഥികളല്ലല്ലോ, നമുക്ക് നമ്മുടെ തന്നെ ഒരു ഭാഗമല്ലേ. കേരളത്തെ സംബന്ധിച്ചിടത്തോളം പ്രവാസികൾ കേരളത്തിൻ്റെ അവിഭാജ്യമായ ഒരു ഘടകമാണ്. നമ്മുടെ എല്ലാ പ്രതിസന്ധികളിലും പ്രയാസഘട്ടങ്ങളിലും നമുക്ക് ഇവിടുന്ന് ജനങ്ങൾ നൽകുന്നത് പോലെ തന്നെ ഒരുപക്ഷെ അതിനേക്കാൾ കൂടുതൽ പിന്തുണ നൽകിയവരാ പ്രവാസികൾ. നമുക്കവരെ മറക്കാനൊക്കില്ല, അവരുടെ പ്രശ്നങ്ങൾ കണ്ടില്ലെന്ന് നടിക്കാനൊക്കത്തില്ല. ഇന്ന് നമ്മൾ കടുത്ത ജാഗ്രത നമ്മൾ പുലർത്തി, അതിനോട് ജനങ്ങൾ മുഴുവൻ സഹകരിച്ചു. എല്ലാവരുടെയും യോജിച്ച പ്രവർത്തനം അതിൻ്റെ വിജയമാണ്. ആ വിജയത്തിന്, ആ നേടിയ അവസരത്തിൽ നമുക്ക് പ്രവാസികളെ മറക്കാനൊക്കില്ല. നമ്മുടെ ജാഗ്രതയിൽ അല്പം പോലും കുറവ് വരുത്താത്ത വിധത്തിൽ നമ്മളുടെ സൂക്ഷ്മതയോടുകൂടിയിട്ടുള്ള പ്രവർത്തനം നിലനിർത്തിക്കൊണ്ട് തന്നെ നാട്ടിലേക്ക് പോരാൻ ആഗ്രഹിക്കുന്നവരെ തിരിച്ച് കൊണ്ടുവരാനുള്ള ബാധ്യത നമുക്കുണ്ട്. അവരെ നമ്മൾ രണ്ട് കൈയും നീട്ടി സ്വീകരിക്കണം. അതിന് ആവശ്യമായ ഒരുക്കങ്ങൾ നമ്മൾ ചെയ്തിരിക്കണം. അതാണ് എനിക്ക് പറയാനുള്ളത്. ഈ പ്രവാസി സംഘടനകൾ, വ്യക്തികൾ, അവരുമായൊക്കെ താങ്കൾ ടെലിഫോണിലൂടെയും മറ്റും ബന്ധപ്പെടുന്നുണ്ടോ? അവർക്ക് വേണ്ട നിർദ്ദേശങ്ങളൊക്കെ നൽകുന്നുണ്ടോ? അത്തരം വിളികളൊക്കെ കാര്യമായി വരുന്നുണ്ടോ വിദേശത്തു നിന്ന്? ധാരാളം വരുന്നുണ്ട്. കഴിഞ്ഞ ദിവസം KPCC പ്രസിഡന്റ് ശ്രീ മുല്ലപ്പള്ളി രാമചന്ദ്രനും പ്രതിപക്ഷ നേതാവ് ശ്രീ രമേശ് ചെന്നിത്തലയും ഒന്നിച്ച് ഞങ്ങൾ വിദേശ രാജ്യങ്ങളിലെ 23 രാജ്യങ്ങളിലെ ഇന്ത്യൻ ഓവർസീസ് കൾച്ചറൽ കോൺഗ്രസിൻ്റെ നേതാക്കളുമായി 50 പേര് ആ വീഡിയോ കോൺഫറൻസിൽ പങ്കെടുത്തു. ഞങ്ങൾ 5 മണിക്കൂറിലധികം വിശദമായ കാര്യങ്ങൾ ചർച്ച ചെയ്തു. അവരുടെ ആശങ്കകൾ മനസ്സിലാക്കി, അവർക്ക് ഉള്ള പ്രയാസങ്ങളും ആവശ്യങ്ങളും മനസ്സിലാക്കി അത് കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകളുടെ ശ്രദ്ധയിൽ ഞങ്ങൾ കൊണ്ടുവരും എന്ന് പറഞ്ഞു. ഇന്നിപ്പം രാജ്യത്തെ എല്ലാ വിമാനത്താവളങ്ങളും അടച്ചിരിക്കുകയാണ്. എയർ ട്രാഫിക് ഇന്നില്ല. അപ്പം ആ ഒരു ടെൻഷൻ അവർക്കുണ്ട്. പക്ഷേ ഏറ്റവും വേഗത്തിൽ ഈ നമ്മുടെ വിമാനത്താവളങ്ങൾ തുറക്കുകയും വിമാന സർവീസ് തുടങ്ങുകയും ചെയ്യുമ്പോൾ നിശ്ചയമായും വ്യക്തമായ ഒരു മുൻഗണനാ ക്രമത്തിൽ വിദേശത്തുള്ളവർക്ക്, പ്രവാസികൾക്ക് വരാൻ സാധിക്കും എന്ന പൂർണ്ണ വിശ്വാസമാണുള്ളത്. അവരെ കൊണ്ടുവരുന്നതിൽ കാലതാമസം ഉണ്ടാകരുത് എന്ന അഭിപ്രായമുണ്ട്. പക്ഷേ ശ്രീ ഉമ്മൻചാണ്ടി, ഇന്നലെ കേന്ദ്രമന്ത്രി വി മുരളീധരൻ പറഞ്ഞത് ഉടനെ ഇവരെ തിരിച്ചു കൊണ്ടുവരാനാവില്ല. വരാൻ ആഗ്രഹിക്കുന്നവർ അല്ലെങ്കിൽ അവരുടെ അവസ്ഥ നോക്കി അങ്ങനെ ഒരു ലിസ്റ്റ് തയ്യാറാക്കി അവരെ ഉടനെ തിരിച്ചു കൊണ്ടുവരാനാകില്ല. അതിന് അദ്ദേഹം പറഞ്ഞ ഒരു കാരണം, നമ്മുടെ നാട്ടിൽ എന്ന് വെച്ചാൽ നമ്മുടെ രാജ്യത്ത്, സംസ്ഥാനത്ത് അതിനുള്ള കുറേയേറെ തയ്യാറെടുപ്പുകൾ ഉണ്ട്. അങ്ങനെ വന്നാൽ അവരെ ക്വാറന്റൈൻ ക്യാമ്പുകൾ നമ്മുടെ രാജ്യത്ത് ഇല്ലാത്തതുകൊണ്ട്, മതിയായ ക്വാറന്റൈൻ ക്യാമ്പുകൾ ഇല്ലാത്തതുകൊണ്ട് പ്രവാസികളെ ഉടൻ തിരിച്ചു കൊണ്ടുവരാനാവില്ല എന്നാണ് കേന്ദ്രമന്ത്രി വി മുരളീധരൻ ഇന്നലെ പറഞ്ഞത്. കേരള ഹൈക്കോടതിയിൽ ഇതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നൊരു ഹർജിയിൽ കേന്ദ്ര സർക്കാർ അറിയിച്ചതും അങ്ങനെയാണ്. കേരളത്തിന് മാത്രമായി ഒരു ഇളവ് നൽകാനുമാവില്ല എന്നാണ്.
കേരളത്തിന് മാത്രമായിട്ടൊരളവ് നൽകാൻ സാധ്യമല്ലെന്ന് പറയുന്നതിനോട് ഞാൻ യോജിക്കുന്നു. പക്ഷേ ഇവർ നമ്മുടെ ഭാഗമാണ്, കേരളത്തിൻ്റെ ഭാഗമാണ്, ഇന്ത്യയുടെ ഭാഗമാണ്. അവരെ നമ്മൾ സ്വീകരിക്കില്ല എന്ന് പറയുന്ന നിലപാട് നോട് യോജിപ്പില്ല. നമ്മളിവിടെ അതിനുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കണം. നമ്മൾ വിചാരിച്ചാൽ നടക്കും. ഞാനൊരു ഉദാഹരണം പറയാം. ചൈനയിലുള്ള നമ്മുടെ വിദ്യാർത്ഥികളെ കൊണ്ടുവരണമെന്ന് പറഞ്ഞപ്പം പലരും അതിൽ ആശങ്ക പ്രകടിപ്പിച്ചു. അവർ വന്നാൽ ഇവിടെ പ്രശ്നമാകുമോ, അവരെ ഇപ്പം വേണ്ട പിന്നീട് കൊണ്ടുവന്നാൽ മതിയെന്നൊക്കെ അഭിപ്രായമൊക്കെ പറഞ്ഞു. പക്ഷെ അവരെ ആദ്യമായിട്ട് ഇവിടെ കൊണ്ടുവന്നു, അവരെ നമ്മൾ സ്വീകരിച്ചു, അവരെ വളരെ സൂക്ഷ്മതയോടുകൂടി പരിശോധിച്ച് തീരുമാനമെടുത്തു. രോഗമുള്ളവരെ 3 പേരായിരുന്നു, അവർക്ക് പ്രത്യേക ചികിത്സാ സൗകര്യം. രോഗ ലക്ഷണങ്ങളുടെ ഒരു സംശയമുള്ളവരെ ഐസൊലേഷൻ വാർഡിൽ, ബാക്കിയുള്ളവരെ ക്വാറന്റൈനിലായിട്ട് അവരെ സൂക്ഷ്മ നിരീക്ഷണത്തിന് വിധേയമാക്കി. വളരെ ഭംഗിയായിട്ട് കാര്യങ്ങൾ നടത്താൻ സാധിച്ചല്ലോ. ആ 3 പേർക്കും സുഖം പ്രാപിച്ചു. അവർ സന്തോഷത്തോടെ പോയി. രോഗലക്ഷണങ്ങൾ ഉണ്ടാകുമോ എന്ന് പരിശോധിച്ചിരുന്ന നമുക്ക് ഒരാൾക്ക് പോലും രോഗം വന്നില്ല. നിരീക്ഷണത്തിലുള്ളവരും എല്ലാവരും അവരവരുടെ വീടുകളിലേക്ക് പോയി. ഒരു പ്രശ്നവും ഉണ്ടായില്ല. അപ്പം നമ്മൾ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും. നമ്മൾ അതിനുവേണ്ടി ഈ വിദേശത്തുള്ള പ്രവാസികൾ, അവരെ എല്ലാവരും കൂടി ഒന്നും പോരുകയൊന്നുമില്ല, അതൊരിക്കലും നടക്കാനും പോകുന്നില്ല. പക്ഷേ ഇങ്ങോട്ട് വരാൻ ആഗ്രഹിക്കുന്നവരെ അതിന് പ്രയോറിറ്റി കൊടുക്കേണ്ടത് എൻ്റെ അഭിപ്രായത്തിൽ ഇപ്പം യാത്രക്കിടയിൽ വിദേശ രാജ്യങ്ങളിൽ കുടുങ്ങിയവരുണ്ട്, അവർക്കായിരിക്കണം ആദ്യത്തെ പരിഗണന. അതുപോലെ രോഗികളുണ്ട്, പ്രായമായവരുണ്ട്, ഗർഭിണികളുണ്ട്. അങ്ങനെയുള്ളവർക്ക് പ്രയോറിറ്റി കൊടുത്ത് അവരെ ആദ്യം കൊണ്ടുവരണം. അത് കഴിഞ്ഞ് ആദ്യം പേരൊന്നും കാണത്തില്ല. അത് കഴിഞ്ഞ് ആവശ്യമായ ഒരുക്കങ്ങളോടുകൂടി പോരാൻ ആഗ്രഹിക്കുന്ന, ജോലി നഷ്ടപ്പെട്ടിട്ട് പോരാൻ ആഗ്രഹിക്കുന്നവർ കാണും. അവരെ നമ്മൾ കൊണ്ടുവരേണ്ടി വരും, നമ്മുടെ ബാധ്യതയാണ്. അപ്പോൾ അവരുടെ കാര്യത്തിൽ നിഷേധാത്മകമായ ഒരു സമീപനം എടുക്കരുത്. പ്രായോഗികമായ, ശാസ്ത്രീയമായ, നമ്മൾ ഈ രോഗത്തിൻ്റെ ഗൗരവം പൂർണ്ണമായി ഉൾക്കൊണ്ടുകൊണ്ടുള്ള നമ്മൾ പുലർത്തുന്ന ജാഗ്രതയിൽ അല്പം പോലും ഒരു മാറ്റം വരുത്താത്ത വിധത്തിൽ അവരെ കൊണ്ടുവരണം. അതായത് താങ്കൾ പറഞ്ഞു വരുന്നത് ഇപ്പോൾ കേരളത്തിന്റെ ഈ ഒരു നേട്ടവും അനുഭവവും പാഠമാക്കി കേന്ദ്ര സർക്കാർ കുറച്ചുകൂടി ജാഗ്രതയോടെ പ്രവാസികളെ നാട്ടിൽ കൊണ്ടുവരാൻ ക്വാറന്റൈൻ ക്യാമ്പുകൾ നാട്ടിൽ ഒരുക്കുക എന്നുള്ളത് സർക്കാരിന്റെ ഉത്തരവാദിത്വമാണ്. അതില്ല എന്നതിന്റെ പേരിൽ പ്രവാസികൾക്ക്, താങ്കൾ ഈ പറഞ്ഞ കാറ്റഗറിയിൽപ്പെട്ട ആളുകൾ വല്ലാത്ത മാനസിക സമ്മർദ്ദത്തിലാണ്. ഒരു പ്രവാസി ഇന്നലെ ആത്മഹത്യ ചെയ്യുന്ന നില പോലും ഉണ്ടായി, കോവിഡ് ബാധിതനായി എന്ന് അറിഞ്ഞതിനെ തുടർന്ന്. അപ്പോൾ കേന്ദ്രമന്ത്രി വി മുരളീധരനെ പോലെയുള്ളവർ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ഉടനെ തിരിച്ചു കൊണ്ടുവരാനാകില്ല എന്നൊരു നിലപാടെടുക്കുന്നതിനപ്പുറം അത് ഒരു തരത്തിൽ നിർഭാഗ്യകരമായി പോയി എന്ന് തോന്നുന്നുണ്ടോ താങ്കളെ സംബന്ധിച്ച്? അങ്ങനെയല്ല ഈ ഒരു ഘട്ടത്തിൽ അദ്ദേഹത്തെ പോലെ ആ പദവിയിലിരിക്കുന്ന ഒരാൾ പ്രതികരിക്കേണ്ടത് എന്ന് തോന്നുന്നുണ്ടോ താങ്കളെ സംബന്ധിച്ച്? ഞാൻ ഇപ്പം ആരെയും വിമർശിക്കാനില്ല. പക്ഷേ പ്രവാസികളുടെ ആ ഒരു മാനസിക സംഘർഷം എനിക്ക് നേരിട്ടറിയാം. ഞാൻ ഓരോ ദിവസവും വളരെയധികം ആളുകളുമായിട്ട് സംസാരിക്കുന്നുണ്ട്, അവരെയൊക്കെ ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഞങ്ങൾ 3 പേരും കൂടെ നടത്തിയ 23 രാജ്യങ്ങളിലെ പ്രതിനിധികളുമായി സംസാരിച്ചപ്പം ഞങ്ങൾ 3 പേരും പറഞ്ഞ ഒരു സന്ദേശം, ഇത് നിങ്ങളുടെ മറ്റുള്ളവരിലേക്ക് കൊടുക്കണം. നിങ്ങളെ കൈവടിയില്ല, നിങ്ങൾക്ക് എപ്പം വരണമെന്ന് ആഗ്രഹിക്കുന്നോ ആ സമയം. ഇപ്പോഴത്തെ വിമാന സർവീസ് ഇല്ല എന്നുള്ള സാഹചര്യം ഒഴിവായാൽ തിരിച്ചു വരാൻ സാധിക്കും. അപ്പം നിശ്ചയമായും നമുക്ക് അതിന് ബാധ്യതയുണ്ട്, കടമയുണ്ട്. അവരുടെ അവകാശമാണ്. അവർ ഇന്ത്യയുടെ ഭാഗമാണ്, അവരുടെ അവകാശമാണ്. ബുദ്ധിമുട്ടുകൾ വന്നാലും ജാഗ്രതയോടുകൂടി തന്നെ അത് കൈകാര്യം ചെയ്യണം. അത് ആരെങ്കിലും അതിന് വ്യത്യസ്തമായി ചിന്തിക്കുന്നുണ്ടെങ്കിൽ അവർ ഈ ഒരു മാനുഷിക വശം കൂടെ ഉൾക്കൊണ്ടുകൊണ്ട്, മറിച്ച് അതോടൊപ്പം ഇതൊരു ഔദാര്യമല്ല, അവരുടെ അവകാശമാണ് എന്നും മനസ്സിലാക്കിക്കൊണ്ട് ആവശ്യമായ നടപടി എടുക്കണം എന്ന അഭിപ്രായമാണ് എനിക്കുള്ളത്. ഞാൻ താങ്കൾ പറഞ്ഞ ആ വാദത്തോട് പൂർണ്ണമായും യോജിക്കുന്ന ആൾ തന്നെയാണ്. ഈ ഘട്ടത്തിൽ അനാവശ്യമായ വിമർശനങ്ങളോ ആളുകളെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കിച്ച് പോകേണ്ട ഒരു സമയവുമല്ല. പക്ഷേ
ഞാനത് ചോദിക്കാൻ ഒരു കാരണം, ശ്രീ ഉമ്മൻചാണ്ടി, താങ്കൾക്ക് തന്നെ ഒരു നല്ല അനുഭവം മുഖ്യമന്ത്രി ആയിരിക്കുമ്പോഴുണ്ട്. IS ഭീകരർ ആഭ്യന്തര യുദ്ധം സിറിയയിലും ലിബിയയിലും ലെബനനിലൊക്കെ നടത്തുന്ന കാലത്ത് നമ്മുടെ നഴ്സുമാരെ കൊണ്ടുവരാൻ വേണ്ടി എടുത്തൊരു വലിയ പരിശ്രമമുണ്ട്. അന്ന് താങ്കളായിരുന്നു മുഖ്യമന്ത്രി. അന്ന് കേന്ദ്ര വിദേശകാര്യമന്ത്രി സുഷമ സ്വരാജ് ആയിരുന്നു. ഈ നഴ്സുമാരൊക്കെ നാട്ടിലേക്ക് വരുന്ന ഘട്ടത്തിൽ താങ്കളോട് വന്ന് മാധ്യമപ്രവർത്തകരെ ചോദിക്കുമ്പോൾ ആദ്യം നന്ദി പറയേണ്ടത് വിദേശകാര്യമന്ത്രി സുഷമ സ്വരാജിനോടാണ് എന്ന് പറഞ്ഞ താങ്കളെ ഞാൻ ഓർക്കുന്നുണ്ട്. അപ്പോൾ അത്തരം അനുഭവങ്ങൾ പാഠമാക്കണ്ടേ വീണ്ടും ആ പദവികളിൽ എത്തുന്ന ആളുകൾ? ആ ജാഗ്രത, അക്കാലത്തെ അവരുടെ പ്രവർത്തനം, ഒന്നിച്ച് പ്രവർത്തിച്ചപ്പോൾ ഉണ്ടായ താങ്കളുടെ അനുഭവം അത് പങ്കുവെക്കുന്നത് ഒരുപക്ഷെ ഈ കാലത്ത് മുതൽക്കൂട്ടാവും. നിശ്ചയമായിട്ടും അന്ന് ഞാൻ ഡൽഹിയിൽ പോയി 3 ദിവസം ശ്രീമതി സുഷമ സ്വരാജിൻ്റെ ഓഫീസിലായിരുന്നു. രാവിലെ തൊട്ട് വൈകുന്നേരം വരെ നിരന്തരമായി ആ മിനിസ്ട്രിയിലെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥന്മാരും ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു. അങ്ങനെ നടത്തിയ ഒരു ശ്രമത്തിൻ്റെ ഫലമായിട്ടാണ് ശ്രീമതി സുഷമ സ്വരാജ് ഇന്ന് നമ്മളോടൊപ്പം ഇല്ല. ആ നന്ദി അവരുടെ മരണശേഷവും എനിക്കും കേരളത്തിനുമുണ്ട് എന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ്. അവർ മരിച്ച അവസരത്തിൽ ഞാൻ പോയി ആദരാഞ്ജലി അർപ്പിച്ചു. കാരണം കേരളം കടപ്പെട്ടിരിക്കുന്ന ഒരു രാഷ്ട്രീയ നേതാവാണ് അവരെന്ന് ഞാൻ എവിടെയും പറയും. സോഷ്യൽ മീഡിയയിലും താങ്കൾ ഈ പറഞ്ഞതുപോലെ തന്നെ അങ്ങനെ ഒരു നേതാവിൻ്റെ അഭാവം ഇത്തരം ഒരു ക്രൈസിസ് പീരീഡിൽ ഉണ്ട് എന്ന് സോഷ്യൽ മീഡിയയിലൊക്കെ ഓർക്കുന്ന ആളുകൾ കൂടി ഉണ്ട് എന്ന് സാന്ദർഭികമായി പറയട്ടെ. ഇപ്പോൾ താങ്കളോട് സംസാരിക്കാൻ ഒരുപാട് ആളുകൾ ഫോണിലേക്ക് എത്തുന്നുമുണ്ട്. അവരോടും കുറച്ച് സംസാരിക്കാം. വളരെ ക്രിയാത്മകമായ ഒരു സമയമായി ഇതിനെ ഉപയോഗിക്കുക എന്ന് ആമുഖമായി പറയട്ടെ. ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് ഇടപെടേണ്ടി വരും. അതിൽ പിന്നെ വ്യസനിച്ചിട്ട് കാര്യമില്ല. ഇതുപോലൊരു സമയമാണ് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് തന്നെ ഇപ്പോൾ നോർക്കയുടെ മുൻ CEO ശ്രീ സുദീപ് താങ്കളോട് സംസാരിക്കണം എന്ന് പറഞ്ഞപ്പോൾ ലൈനിൽ എത്തിയിട്ടുണ്ട്. സുദീപ്, ശ്രീ ഉമ്മൻചാണ്ടിയോട് സംസാരിച്ചോളൂ. സാർ, ഞാൻ സുദീപ് ബാംഗ്ലൂരിൽ നിന്നാണ് സംസാരിക്കുന്നത്. സാർ, ഞാൻ ഇപ്പൊ സാറ് പറഞ്ഞ കാര്യം ഇറാഖിൽ നിന്ന് പറഞ്ഞു. സാർ, ഞാൻ ബാംഗ്ലൂരിലായി പോയി, അവിടെ നിന്നാണ് സംസാരിക്കുന്നത്. ഇറാഖില് നമ്മളെ നേഴ്സുമാരെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമം നടത്തിയ കാര്യം സാർ സൂചിപ്പിക്കുകയുണ്ടായി. ഹലോ, കേൾക്കുന്നുണ്ട് സുദീപ്, വേഗത്തിൽ പറഞ്ഞോളൂ. കേൾക്കുന്നുണ്ട്, നന്നായി കേൾക്കുന്നു. നമ്മളെ അതുപോലെ നമ്മള് സൗദി അറേബ്യയിൽ നിന്ന് നമ്മള് വിദേശികളെ സാറിന്റെ സമയത്ത് നമ്മൾ പ്രത്യേകം ടിക്കറ്റ് എടുത്ത് കൊണ്ടുവന്നു. അതേപോലെ കേരള ഗവൺമെന്റിന് പ്രത്യേക വിമാനം അറേഞ്ച് ചെയ്ത് കേന്ദ്ര ഗവൺമെന്റുമായിട്ട് സംസാരിച്ച് ഇതില് ഇന്ത്യയിലെ മുഴുവൻ ആൾക്കാരുണ്ടെങ്കിൽ പോലും ഏറ്റവും കൂടുതൽ പ്രവാസികളുള്ളത് കേരളത്തിൽ നിന്നാണ്. അതുകൊണ്ട് കേരളത്തിന് പ്രത്യേക സ്ഥാനം നൽകി ഈ മലയാളികളെ പ്രത്യേകിച്ച് NRK നോൺ റെസിഡന്റ് കേരളത്തിനെ കൊണ്ടുവരാനുള്ള പ്രത്യേക ശ്രമം കേരളത്തിന് നൽകിക്കൂടെ എന്നാണ്. അത് ഞാൻ സാറിന്റെ അഭിപ്രായം ചോദിക്കുകയാണ്. ശ്രീ ഉമ്മൻചാണ്ടി, നേരത്തെ താങ്കളത് പറഞ്ഞാണ്, അതിലൊരു പ്രായോഗികമാണ്. കേരളത്തിന് മാത്രമായി ഇളവ് നൽകുന്നത് എത്രമാത്രം ശരിയാകും, എത്രമാത്രം സാധ്യമാകും? അതെ, പക്ഷേ പിന്നെ കേരള ഗവൺമെന്റിന് ചാർട്ടേഡ് വിമാനം കൊണ്ടുവരാനായിട്ട് വേണമെങ്കിൽ കേന്ദ്രത്തോട് സമീപിക്കാം. കേന്ദ്രമാണ് അനുമതി തരേണ്ടത്. ഇപ്പം ഇവിടെ ഞാൻ കാണുന്നത് വിമാന സർവീസ് ആരംഭിച്ചു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ പ്രശ്നങ്ങൾ കുറച്ചുകൂടി എളുപ്പത്തിലാവും. അങ്ങനെ വിമാന സർവീസ് ആരംഭിച്ചു കഴിഞ്ഞാൽ പിന്നെ ചാർട്ടേഡ് ഫ്ലൈറ്റ് ഇല്ലെങ്കിലും നമുക്ക് റെഗുലർ ഫ്ലൈറ്റ് നമുക്ക് കൊണ്ടുവരാൻ സാധിക്കും. അന്ന് ഇറാഖിൽ നിന്ന് കൊണ്ടുവന്നെന്ന് പറഞ്ഞൊരു പ്രത്യേക സാഹചര്യമാണ്. അന്ന് അവിടെ ആ പ്രദേശങ്ങളിലൊന്നും വിമാന സർവീസ് ഇല്ല. അപ്പം ഡൽഹിയിൽ നിന്നൊരു വിമാനം പോയി അവിടെ ഒരു സർവീസ് നടത്താത്ത ഒരു എയർപോർട്ടിൽ ഇറങ്ങി ഇവരെ കയറ്റിക്കൊണ്ട് വരികയായിരുന്നു. വിമാന സർവീസ് ആരംഭിച്ചു കഴിഞ്ഞാൽ ആ ഒരു പ്രതിസന്ധി ഇല്ല. നമുക്ക് പിന്നെ സംസ്ഥാന ഗവൺമെൻറ് ആവശ്യമായ തീരുമാനമെടുക്കണം. ഏറ്റവും പ്രധാനം ഇവിടെ വന്നു കഴിഞ്ഞാൽ അവർക്കുള്ള ചികിത്സയ്ക്കുള്ള സൗകര്യവും, അതിലേറെ ഈ വരുന്നതിൽ മഹാഭൂരിപക്ഷ ആൾക്കാരും നിരീക്ഷണത്തിൽ കഴിയേണ്ടവരാ. രോഗികളായിട്ടുള്ളവർ കാണില്ല. രോഗലക്ഷണമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ. പക്ഷേ നിരീക്ഷണത്തിനുള്ള സൗകര്യം നമുക്ക് ഈ വരുന്നവരെ എല്ലാം നമുക്ക് നിരീക്ഷിക്കേണ്ടി വരും. അതിനുള്ള സൗകര്യം ഈ 4 എയർപോർട്ടിലും, കേരളത്തിലെ 4 ഇൻ്റർനാഷണൽ എയർപോർട്ടിലും അതിനോടനുബന്ധിച്ച സ്ഥലങ്ങളിൽ
അതിനുള്ള സൗകര്യം ഉണ്ടാക്കണം. അതെ, ശ്രീ ഉമ്മൻചാണ്ടി, മുഖ്യമന്ത്രി പതിവ് വാർത്താ സമ്മേളനങ്ങളിൽ പറഞ്ഞിരുന്നൊരു കാര്യം, അതിനുള്ള ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞങ്ങളോട് ഇതുപോലെ തന്നെ സംസാരിച്ചപ്പോൾ ആരോഗ്യമന്ത്രിയും പറഞ്ഞത് അതിനൊരു ആക്ഷൻ പ്ലാൻ ആണ് ഇപ്പോൾ സർക്കാരിൻ്റെ മനസ്സിൽ. അങ്ങനെ പ്രവാസികൾ മടങ്ങി വന്നാൽ ഈ പറയുന്ന കർശന നിരീക്ഷണത്തിലേക്ക്, മുമ്പ് പലയിടങ്ങളിൽ ഉണ്ടായ ചില വീഴ്ചകൾ ഒന്നും സംഭവിക്കാത്ത വിധം നിരീക്ഷണത്തിനുള്ള ക്യാമ്പുകൾ, അതിനുള്ള കിടക്കകൾ, സംവിധാനങ്ങൾ. ഇപ്പോൾ PWD തന്നെ ഏതാണ്ട് 1,73,000 കിടക്കകളും മറ്റും സജ്ജീകരിച്ചിട്ടുണ്ട്, കണ്ടെത്തി വെച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു സാഹചര്യം വന്നാൽ. മറ്റൊന്ന്, താങ്കൾ പറഞ്ഞ പോലെ കേരളം ഈ കാലത്ത് ചാർട്ടേഡ് ഫ്ലൈറ്റ് അയച്ച് ഇവരെ കൊണ്ടുവരാനുള്ള ഒരു സന്നദ്ധത കേന്ദ്രത്തെ അറിയിക്കണം എന്നാണോ താങ്കൾ സർക്കാരിനോട് ആവശ്യപ്പെടുന്നത്? അല്ല, ഞാൻ അതിനേക്കാൾ കൂടുതലായിട്ട് നമുക്ക് പിന്നെ നല്ല നെറ്റ്വർക്ക് ഉണ്ട്. നമ്മുടെ ഈ സ്റ്റേറ്റിൽ 4 ഇന്റർനാഷണൽ എയർപോർട്ടുണ്ട്. പിന്നെ ഗൾഫ് രാജ്യങ്ങളിൽ നിന്നാണ് നമുക്ക് ഏറ്റവും കൂടുതലായിട്ട് ആളുകൾ വേണ്ടത്. നമുക്ക് വേണ്ടി വന്നാൽ യൂറോപ്പിൽ നിന്ന് ഒരു ചാർട്ടേഡ് ഫ്ലൈറ്റ്, കാരണം പല രാജ്യങ്ങളിലായിട്ട് അവർ കിടക്കുന്നത്, അത് വല്ലതും ആലോചിക്കാവുന്നതല്ലാതെ നമുക്ക് മറ്റേത് റെഗുലർ ഫ്ലൈറ്റിൽ തന്നെ നമുക്ക് ആളുകളെ കൊണ്ടുവരാൻ സാധിക്കും. ചാർട്ടേഡ് ഫ്ലൈറ്റ് കിട്ടിയാൽ നല്ലത്, ചാർട്ടേഡ് ഫ്ലൈറ്റ് വന്നാൽ ഏറ്റവും നല്ലത്. പക്ഷേ അതിൻ്റെ അനുമതിക്ക് വേണ്ടി കാത്തു നിൽക്കേണ്ട, നമുക്ക് റെഗുലർ ഫ്ലൈറ്റ് തുടങ്ങിയാൽ അതിൽ തന്നെ നമുക്ക് പെട്ടെന്ന് ഇങ്ങനെ കൊണ്ടുവരാൻ സാധിക്കും. ഒരുപക്ഷെ ചാർട്ടേഡ് ഫ്ലൈറ്റിനേക്കാൾ എളുപ്പത്തിൽ നമുക്ക് നമ്മുടെ ആളുകൾ പോരാൻ ആഗ്രഹിക്കുന്നവരെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ സാധിക്കുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. അതെ, പക്ഷേ അതിന് കേന്ദ്ര സർക്കാരിൻ്റെ ഇപ്പോഴത്തെ നിലപാട് ഈ ലോക്ക്ഡൗൺ പീരീഡിൽ ആഭ്യന്തര വിദേശ വിമാന സർവീസുകൾ ഇല്ല എന്നുള്ളതാണല്ലോ. അതിനൊരു ഇളവ് വരുത്താൻ തയ്യാറല്ല എന്ന് കേന്ദ്രം ആവർത്തിച്ചു പറയുന്നു, കേന്ദ്രമന്ത്രി പറയുന്നു, ഹൈക്കോടതിയിൽ കേന്ദ്രം പ്രത്യേകമായി പറയുകയും ചെയ്തിട്ടുണ്ട്. ശ്രീ ഉമ്മൻചാണ്ടി, ലോക്ക്ഡൗണിൻ്റെ കാര്യത്തിൽ നമുക്ക് ആർക്കും ഇടപെടാൻ അവകാശമില്ല. നമുക്ക് വേണമെങ്കിൽ വല്ല നിർദ്ദേശങ്ങൾ വെക്കാമെന്ന് മാത്രമേ ഉള്ളൂ. ഞാനിപ്പോൾ അതിനെക്കുറിച്ച് പറയുന്നില്ല. ഇപ്പം ലോക്ക്ഡൗൺ മെയ് 3 വരെയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതിനിടയ്ക്ക് വിമാന സർവീസ് നടത്തുന്നത് ശരിയല്ല എന്നാണ് കേന്ദ്ര ഗവൺമെൻറ് വിചാരിക്കുന്നെങ്കിൽ, അങ്ങനെയെങ്കിൽ ഞാൻ എതിർക്കുന്നില്ല. പക്ഷേ 3-ാം തീയതി ആരംഭിക്കുമ്പോൾ നമുക്ക് ഇവരെ കൊണ്ടുവരാനുള്ള സംവിധാനം ഉണ്ടാക്കണം. അപ്പം ഇന്ന് വളരെ ആശങ്കയോടുകൂടി കഴിയുന്ന പ്രവാസികൾ ലോക്ക്ഡൗൺ കഴിഞ്ഞെങ്കിലും നാട്ടിലെത്താൻ സാധിക്കും എന്നുള്ള ഒരു പ്രതീക്ഷ കൊടുക്കാനും അതിനുള്ള സൗകര്യങ്ങൾ ഏർപ്പെടുത്താനും സംസ്ഥാനം തയ്യാറാകണം. ഇതാണ് എൻ്റെ അഭിപ്രായം. ശ്രീ ഉമ്മൻചാണ്ടി, താങ്കളോട് സംസാരിക്കാൻ ഇപ്പോൾ ദുബായിൽ നിന്ന് അഡ്വക്കേറ്റ് ഹാഷിഖ് ചേരുന്നുണ്ട്. ഹാഷിഖ്, ഇപ്പോൾ മറ്റു ചില കാര്യങ്ങൾ കൂടി നിങ്ങളുടെ അവിടുത്തെ ഒരു സ്ഥിതി വെച്ചുകൊണ്ട് ദുബായ്ക്കകത്ത് ഗൾഫ് രാജ്യങ്ങളിൽ അകത്തിപ്പോൾ ചെയ്യാവുന്ന കാര്യങ്ങൾ എന്താണ്, സാധ്യമായത് എന്താണ് എന്നുകൂടി ചേർത്ത് അദ്ദേഹത്തോട് സംസാരിച്ചാൽ നന്നായിരിക്കും. സർ, ഞാൻ ദുബായിൽ നിന്നാണ്. ഏറ്റവും ജനകീയനായ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സാറിനോട് എനിക്ക് ചോദിക്കാനുള്ളത്, ഇവിടെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുകയാണ് പല മാധ്യമങ്ങളും, പല മന്ത്രിമാരും, നേതാക്കളുമൊക്കെ. കൂട്ടമായി പ്രവാസികളായ ഞങ്ങളൊക്കെ അങ്ങോട്ടേക്ക് വരുന്നു എന്നുള്ള രീതിയിലാണ് കാര്യങ്ങളൊക്കെ പറഞ്ഞ് കോടതിയെ അടക്കം തെറ്റിദ്ധരിപ്പിച്ചിരിക്കുന്നത്. നാട്ടിലുള്ള എല്ലാ ആരോഗ്യപരമായ കാര്യങ്ങളും ചെയ്ത് ക്വാറന്റൈൻ ചെയ്തുകൊണ്ട് നാട്ടിലേക്ക് എത്തിക്കാൻ വേണ്ട എന്ത് കാര്യങ്ങളാണ് സാറേ ചെയ്യാൻ സാധിക്കുന്നത് എന്നറിയാൻ ആഗ്രഹമുണ്ട്. അതിന് കേന്ദ്രവും സംസ്ഥാനവും മാറി മാറി തട്ടിക്കളിക്കുകയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും. സ്നേഹം ഞങ്ങളോട് വാക്കുകളിലല്ല പ്രകടിപ്പിക്കേണ്ടത് എന്ന് അവരെ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി സാറിന് എന്ത് ചെയ്യാൻ സാധിക്കും? ശ്രീ ഉമ്മൻചാണ്ടി, സിയാസിക്ക് പറഞ്ഞതിനോട് ഞാൻ പൂർണ്ണമായിട്ടും യോജിക്കുകയാണ്. അവിടുന്ന് അങ്ങനെ ഒന്നാകെ ആളുകളൊന്നും ഇങ്ങോട്ട് വരത്തില്ല. അവിടെ വരേണ്ട ആളുകളുണ്ട്. അത് ഈ യാത്ര വിലക്ക് കൊണ്ട് അവിടെ കുടുങ്ങിപ്പോയവരുണ്ട്, അതുപോലെ തന്നെ രോഗികളുണ്ട്, പിന്നെ പ്രായമായവരുണ്ട്, പിന്നെ ജോലി നഷ്ടപ്പെട്ട ഒരു വിഭാഗം കൂടിയുണ്ട്. അവർക്കും അധികം നാൾ അവിടെ താമസിക്കാനൊക്കത്തില്ല. ഇത്രയും ആളുകളാണ് പോരേണ്ട ആൾക്കാർ. ഇതിന് പുറമെ ആർക്കെങ്കിലും പോരണമെന്നുണ്ടെങ്കിൽ അവർക്കും പോരാം. അതിന് വേണ്ട സൗകര്യങ്ങൾ കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകൾ ഒരുക്കണം. അത് ഒരുക്കേണ്ടതാണ്. അതിന് വേണ്ട എല്ലാ സമ്മർദ്ദങ്ങളും ചെയ്യും. ഇപ്പോൾ അടിയന്തരമായി ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ളൊരു കാര്യം, അവിടെ പലരും മരുന്ന് കഴിക്കുന്നവർ, അവർ പലരും ആശ്രയിക്കുന്ന നാട്ടിൽ നിന്ന്
വരുന്ന മരുന്നാണ്. അതിപ്പം നിലച്ചിരിക്കുകയാണ്. അതുകൊണ്ട് കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകളുടെ ശ്രദ്ധയിൽ ആദ്യമായിട്ട് കൊണ്ടുവന്നിരിക്കുന്ന പ്രശ്നം ഇതാണ്. പ്രവാസികൾക്ക് ഇന്ന് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന മരുന്നുകൾ അവർക്ക് ലഭിച്ചിരുന്ന ചാനൽ ഇപ്പം ഇല്ലാതെയായിരിക്കുന്നു. അപ്പോൾ അതിനൊരു സംവിധാനം ഉണ്ടാകണം. അതുപോലെ തന്നെ ഈ ലോക്ക്ഡൗൺ തീർന്നാൽ അത് കഴിഞ്ഞാൽ സർവീസ് ആരംഭിക്കുമ്പോൾ പോരാൻ ആഗ്രഹിക്കുന്ന, ഞാനത് അടിവരയിട്ട് പറയും, കാരണം അവിടെ വളരെയധികം ആളുകളൊന്നും ഇങ്ങോട്ട് പോരാൻ തിക്കിത്തിരക്കി വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ കുറേ പേർക്ക് വന്നേ പറ്റൂ. അതിൽ ഈ പുതിയ സാഹചര്യത്തിൽ വന്നിരിക്കുന്ന ഒരു വിഭാഗം ജോലി നഷ്ടപ്പെട്ടവരാണ്. പലർക്കും ജോലി നഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അവർക്ക് അവിടെ പിടിച്ചു നിൽക്കാൻ ഒക്കത്തില്ല. അപ്പോൾ അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്യും. ശ്രീ ഉമ്മൻചാണ്ടി, തീർച്ചയായും ഏറ്റവും പ്രധാനപ്പെട്ട ആളുകളുടെ ആശങ്ക ആ വിമാനയാത്രയുമായി ബന്ധപ്പെട്ടാണ്. അതുകൊണ്ട് അതിനപ്പുറത്തേക്ക് കൂടി പ്രേക്ഷകർക്ക് അദ്ദേഹത്തോട് ചോദിക്കാൻ കഴിഞ്ഞാൽ ദീർഘമായി തന്നെ അതിൻ്റെ സാധ്യതകളും അതിൽ ചെയ്യേണ്ടത് എന്താണ് എന്നും അദ്ദേഹത്തിൻ്റെതായ നിർദ്ദേശം മുന്നോട്ട് വെച്ചു കഴിഞ്ഞു. ഏറ്റവും പ്രധാനപ്പെട്ട ഇപ്പോൾ പറഞ്ഞത് പ്രവാസികൾക്ക് മരുന്ന് വേണം എന്നുള്ളതാണ്. മരുന്ന് വിമാനങ്ങളിലാണ് അവിടെ എത്തിച്ചിരുന്ന നാട്ടിൽ നിന്ന്, അത് നിലച്ചിട്ടുണ്ട്. അതിനുവേണ്ട ഒരു ശ്രമം എങ്ങനെ സാധ്യമാകും എന്നുള്ളത് കൂടി ഒരു പ്രശ്നമാണ്. ഇപ്പോൾ രാധാകൃഷ്ണൻ എന്ന പ്രേക്ഷകൻ ചാത്തന്നൂരിൽ നിന്ന് ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ രാധാകൃഷ്ണൻ, അദ്ദേഹത്തോട് ചോദിക്കൂ. ബഹുമാനപ്പെട്ട ഉമ്മൻചാണ്ടി സാർ, നമുക്ക് കേരളത്തിന്റെ ഈ പ്രവാസികളുടെ വിഷയത്തിൽ കേരള സർക്കാരിന്റെ നിലപാട് വ്യക്തമായിട്ട് നമ്മൾ ഭരണ പ്രതിപക്ഷ വ്യത്യാസമില്ലാതെ എല്ലാവർക്കും ബോധ്യമുള്ള കാര്യമാണ്. പുറത്തുനിന്നുള്ള മുഴുവൻ സഹോദരങ്ങളെയും കൊണ്ടുവരാൻ നമ്മുടെ കേരള സർക്കാർ അതിന്റെ എല്ലാ സംവിധാനം, നമ്മൾ 2 ദിവസം മുമ്പ് വരെ അത് ബന്ധപ്പെട്ട മുഖ്യമന്ത്രി അടക്കം പറഞ്ഞു 2 ലക്ഷം പേര് വന്നാലും നമുക്ക് അക്കോമഡേറ്റ് ചെയ്യാനുള്ള എല്ലാ ക്രമീകരണങ്ങളും ഇവിടെ പൂർത്തിയായി കഴിഞ്ഞു. ഈ സമയത്ത് ഏറ്റവും ജനകീയനായിട്ടുള്ള മുൻ മുഖ്യമന്ത്രി എന്നുള്ള നിലയ്ക്ക് ഭരണ പ്രതിപക്ഷ വ്യത്യാസമില്ലാതെ കൂട്ടായ ഒരു സമ്മർദ്ദം കേന്ദ്ര സർക്കാരിന്റെ കണ്ണു പുറപ്പിക്കുവാൻ വേണ്ടി ഉണ്ടാകണമെന്നാണ് ഇപ്പോൾ നമ്മുടെ സഹോദരങ്ങളെ സഹായിക്കാൻ വേണ്ടി. ഭരണ പ്രതിപക്ഷ വ്യത്യാസമില്ലാതെ നമ്മൾ രംഗത്തിറങ്ങി, ഇതൊരു സമരമല്ല, അതൊരു കേന്ദ്ര സർക്കാരിന്റെ കണ്ണു പുറപ്പിക്കാൻ വേണ്ടിയുള്ള ഇടപെടൽ UDF-ൽ ബഹുമാനപ്പെട്ട ഉമ്മൻചാണ്ടി സാർ ചെയ്യുന്നതാണ്. വളരെ വളരെ പ്രസക്തമായൊരു നിർദ്ദേശമാണ് ശ്രീ രാധാകൃഷ്ണൻ താങ്കൾ മുന്നോട്ട് വെച്ചത്. ശ്രീ ഉമ്മൻചാണ്ടി, ഞാൻ അതിൻ്റെ കൂടെ ഒരു കാര്യം കൂടി കൂട്ടിച്ചേർക്കുന്നു. ACC ജനറൽ സെക്രട്ടറി എന്ന നിലയ്ക്ക് കൂടി കോൺഗ്രസ് ദേശീയ നേതൃത്വം ഈ വിഷയത്തെ, പ്രവാസികളുടെ വിഷയത്തെ എങ്ങനെയാണ് കേന്ദ്ര സർക്കാരിന് മുമ്പിൽ അവതരിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്? അല്ലെങ്കിൽ ഏത് നിലയിലുള്ളൊരു സമ്മർദ്ദമാണ് ഒരു പ്രധാനപ്പെട്ട പ്രതിപക്ഷ പാർട്ടി എന്ന നിലയിൽ കോൺഗ്രസ് ചെയ്യുക? കോൺഗ്രസ് ഈ കാര്യത്തിൽ വളരെ ഗൗരവത്തോടു കൂടിയാണ് കണ്ടത്. ഇന്നത്തെ സാഹചര്യത്തിൽ മീറ്റിംഗ് ഒക്കെ കൂടാനുള്ള പരിമിതി എല്ലാവർക്കും അറിയാവുന്നത് കൊണ്ട് ഒരു വീഡിയോ കോൺഫറൻസിൻ്റെ അടിസ്ഥാനത്തിൽ വർക്കിംഗ് കമ്മിറ്റി കൂടി. ഞാനും ഇവിടുന്ന് പങ്കെടുത്തിരുന്നു. ശ്രീ KC വേണുഗോപാൽ ഡൽഹിയിൽ, AK ആൻ്റണിയും ശ്രീ KC വേണുഗോപാലും ഡൽഹിയിൽ അവിടെ പങ്കെടുത്തു. വളരെ ഗൗരവമായിട്ട് ഈ കാര്യം ചർച്ച ചെയ്തു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ശ്രീ രാഹുൽ ഗാന്ധി MP-യും ശ്രീ AK ആൻ്റണി MP-യും കേന്ദ്ര ഗവൺമെൻറ്റിൽ പ്രവാസികളുടെ പ്രശ്നങ്ങൾ ഉന്നയിച്ചുകൊണ്ടുള്ള കത്തുകൾ കൊടുത്തിട്ടുണ്ട്. ഇപ്പം ആളുകൾക്ക് മൂവ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുണ്ട്, നേരിട്ട് കാണാനുള്ള ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ ആ ബുദ്ധിമുട്ടുള്ള സാഹചര്യത്തിലും പ്രവാസികളുടെ കാര്യം ശ്രീ രാഹുൽ ഗാന്ധിയും ശ്രീ AK ആൻ്റണിയും അവിടെ ഉന്നയിച്ചിട്ടുണ്ട്. എന്ത് മറുപടിയാണ് സർ കിട്ടിയത്? ഞങ്ങൾ നടത്തിയ വീഡിയോ കോൺഫറൻസിന്റെ അടിസ്ഥാനത്തിൽ വന്നിട്ടുള്ളത് അല്ല. അവര് ഇപ്പൊ ഇത് കൊടുത്തതല്ലേ ഉള്ളൂ, നേരിട്ട് കണ്ട് സംസാരിക്കുന്നില്ലല്ലോ. നേരിട്ട് കണ്ട് നിവേദനം പഴയതുപോലെ ഉള്ള സാഹചര്യം ഇല്ലല്ലോ. അപ്പം ഇത് അവിടെ കൊടുത്തു, അവര് അത് പരിഗണിക്കുമെന്ന് പ്രതീക്ഷയാണുള്ളത്. ഇപ്പം ഞങ്ങളിപ്പോൾ മെഡിസിൻ്റെ കാര്യത്തിൽ 2 നിർദ്ദേശമാണ് ഞങ്ങൾ വെക്കുന്നത്. ഒന്ന്, ഇതിൻ്റെ അവൈലബിലിറ്റി, അത് നേരത്തെ കൊണ്ടുപോയിക്കൊണ്ടിരുന്ന ചാനലില്ലാത്ത സാഹചര്യത്തിൽ ഇപ്പം ഇടയ്ക്ക് പോകുന്ന ചരക്ക് വിമാനങ്ങൾ ആണ് ഒരു ലിങ്ക് ഉള്ളത്, അതിൽ കൂടി പോകണം. അതോടൊപ്പം ഈ നേരത്തെ മരുന്ന് കൊടുത്തുകൊണ്ടിരുന്ന സമയത്ത് അതിൻ്റെ എക്സ്പെൻസസ് അതാത് രോഗികളാണ് വഹിച്ചിരുന്നത്. ഈ ലോക്ക്ഡൗൺ ഉള്ള സമയം അത്രയും അത് സൗജന്യമായിട്ട് ഈ മരുന്ന് അവിടെ എത്തിക്കാനുള്ള ഉത്തരവാദിത്വം കേന്ദ്ര ഗവൺമെൻറ് ഏറ്റെടുക്കണം എന്ന നിർദ്ദേശവും പറയുന്നുണ്ട്. ഞാൻ ഇപ്പോൾ അമേരിക്കയിൽ നിന്ന് ഒരുപാട് മലയാളികളുള്ള, ഒരുപാട് പ്രശ്നത്തിലൂടെ കടന്നു പോകുന്ന, കോവിഡ് രോഗബാധ വളരെയധികമുള്ള മറ്റൊരു രാജ്യമാണ് അമേരിക്ക. അമേരിക്കയിൽ നിന്ന് ഇപ്പോൾ വില്യം എന്ന
സുഹൃത്ത് ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. ശ്രീ വില്യം സംസാരിച്ചോളൂ ശ്രീ ഉമ്മൻചാണ്ടിയോട്. സാറേ ഗുഡ് മോർണിംഗ്. ഞാൻ അമേരിക്ക ഹൂസ്റ്റണിൽ നിന്നാണ് വിളിക്കുന്നത്. ഞാൻ ഇവിടുത്തെ CSI പള്ളിയിലെ അച്ഛനാ വില്യം എബ്രഹാം. ഞങ്ങളുടെയൊക്കെ വിസ തീർന്നിട്ട് ഞങ്ങൾ ഇല്ലീഗൽ സ്റ്റാറ്റസിലേക്ക് പോയാൽ ഞങ്ങൾക്ക് മരുന്ന് കിട്ടാതെ വരും, ട്രീറ്റ്മെന്റ് കിട്ടാതെ വരും. അതോടെ ധാരാളം വാർദ്ധക്യത്തിലായവരും വിസ വന്നിട്ട് കുടുങ്ങിക്കിടക്കുന്നവരുണ്ട്. ഞങ്ങളൊക്കെ നാട്ടിൽ വരാനായിട്ട് ഇങ്ങനെ കാത്തു നിൽക്കുക. അതുകൊണ്ട് ഗൾഫ് രാജ്യങ്ങളെ പരിഗണിക്കുന്നതോടൊപ്പം തുല്യമായി അമേരിക്കയിൽ കുടുങ്ങിക്കിടക്കുന്ന മലയാളികളെ കൂടെ പരിഗണിക്കണം എന്ന് ഒരാവശ്യം പറയാനാണ് ഞാൻ വിളിച്ചത്. ഹൂസ്റ്റണിലെ സ്ഥിതി എങ്ങനെയുണ്ട് ഫാദർ? ഹൂസ്റ്റണിൽ സ്ഥിതി മോശമായിക്കൊണ്ടിരിക്കുകയാണ്, വളരെ മോശമായിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ ന്യൂയോർക്കിന്റെ അത്രയും മോശമല്ല എന്നേ ഉള്ളൂ. കേസസ് ഇവിടെ കൂടുന്നുണ്ട്. ന്യൂയോർക്കാണ് ഏറ്റവും വളരെ മോശമായി കിടക്കുന്നത്. മനസ്സിലായി ഫാദർ വില്യം. ശ്രീ ഉമ്മൻചാണ്ടി, താങ്കളുടെ മറുപടിയിലേക്ക്. അമേരിക്കയെ മറക്കരുത്, ഞങ്ങളും ഒരുപാട് കഷ്ടപ്പെടുന്നു എന്നാണ് അദ്ദേഹം സൂചിപ്പിച്ചത്. വില്യം അച്ഛൻ ഒരിക്കലും അമേരിക്കയെ മറക്കത്തില്ല. ഇന്നത്തെ ദിവസം ദുഃഖകരമായ ഒരു അനുഭവത്തോടു കൂടിയാണ് എനിക്ക് തുടങ്ങേണ്ടി വന്നത്. രാവിലെ 6 മണിക്ക് US എല്ലാ സ്റ്റേറ്റുകളിൽ നിന്നുള്ള നമ്മുടെ സുഹൃത്തുക്കളും സഹപ്രവർത്തകരും എല്ലാം കൂടെ കൂടി അവിടെ മരിച്ച 40-ൽ പരം ആളുകളുടെ പേരിൽ ഒരു അനുശോചന യോഗം അത് പിന്നെ സംഘടിപ്പിച്ച് അതിൽ ഞാൻ പങ്കെടുക്കേണ്ടി വന്നു. ഞാൻ ആ ദുഃഖത്തിൽ പങ്കുചേർന്ന ശേഷമാണ്. അപ്പോൾ എത്രമാത്രം ദുഃഖമാണ് USA ഉണ്ടായിട്ടുള്ളത്. മരണങ്ങൾ വളരെയധികം വർദ്ധിച്ചു. പല വിധത്തിലുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. അമേരിക്കയെ ഒരിക്കലും മറക്കുന്ന പ്രശ്നമില്ല. പക്ഷേ ഗൾഫിൽ നിന്നുള്ളവരാണ് കൂടുതലും നാട്ടിലോട്ട് വരാനുമൊക്കെ ആഗ്രഹിക്കുന്നത്. അമേരിക്കയും യൂറോപ്പിലുമൊക്കെ അതിൻ്റെ എണ്ണം കുറവാണ്. പക്ഷെ എണ്ണം കുറവാണെങ്കിലും അച്ഛനിവിടെ പറഞ്ഞതുപോലെ വിസ സംബന്ധിച്ചുള്ള പ്രശ്നം, അവിടെ പിന്നെ വിസ കാലാവധിയുടെ പ്രശ്നം, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിൽ നമ്മൾ സജീവമായിട്ട് ഇടപെടും. ഇപ്പം കുവൈറ്റിൽ അവിടുത്തെ ഗവൺമെൻറ് പൊതുമാപ്പ് ഡിക്ലെയർ ചെയ്തു. പക്ഷേ പൊതുമാപ്പ് ഡിക്ലെയർ ചെയ്തു അവരുടെ വിമാനത്തിൽ അവരുടെ എത്തിക്കും എന്നാണ് ഞാൻ അറിയുന്നത്. പക്ഷെ നമ്മൾ എംബസി ഒരു 5 കുവൈറ്റ് ദിനാർ ഈ പാസ്പോർട്ട് ക്യാൻസൽ ചെയ്യുന്നതിന് ഈടാക്കുന്നു എന്നുള്ള ഒരു പ്രശ്നം വന്നിരുന്നു. ഞാൻ ആ പ്രശ്നം നമ്മുടെ കേന്ദ്രമന്ത്രി ശ്രീ മുരളീധരൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തി. ഇപ്പം കേന്ദ്ര ഗവൺമെൻറ് 5 കുവൈറ്റ് ദിനാർ ഓരോ വ്യക്തിയിൽ നിന്നും ഈടാക്കുന്നത് ഒഴിവാക്കിയിട്ടുണ്ട്. ഇപ്പോൾ ദുബായിൽ നിന്ന് ദീപു എന്ന പ്രേക്ഷകനാണ് ഉള്ളത്. ദീപു സംസാരിച്ചോളൂ അദ്ദേഹത്തോട്. നമസ്കാരം സാർ. സാർ, എനിക്ക് പറയാനുള്ള എന്താ വെച്ചാൽ ഇപ്പൊ ഞാൻ ദുബായിലുള്ളത്. ഇവിടുത്തെ സാഹചര്യങ്ങള് നമുക്ക് ഒരു പക്ഷെ നമ്മൾ കൺസിഡർ ചെയ്യുന്ന കേരളത്തിന്റെ ഒരു പ്രതലത്തിൽ വെച്ചിട്ടായിരിക്കും. കാരണം ഒരു വിജയകരത്തിന്റെ ഏകദേശം അടുത്തു കൂടെ നമ്മൾ കോവിഡ് കടന്നു പോകുന്നു എന്നുള്ള നിലയിൽ വെച്ചിട്ടാണ് നമുക്ക് നാട്ടിലേക്ക് വരണം എന്നുള്ള ഒരു ആങ്സൈറ്റിയും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവുന്ന ഒരുപാട് ദുരിതം അനുഭവിക്കുന്ന ആൾക്കാരുണ്ട്. അവർക്ക് അങ്ങോട്ട് വരാനുള്ള ഒരു സ്റ്റേജ് സാർ ഇപ്പൊ പറഞ്ഞു, അത് 3-ാം തീയതി കഴിഞ്ഞിട്ട് അതെല്ലാവർക്കും വരാമല്ലോ. ഞാൻ സാറിനോട് അപേക്ഷിക്കുന്നത് എന്തെന്നാല് ഈ നേരത്തെ അഡ്വക്കേറ്റ് ആഷിക്ക് പറഞ്ഞതുപോലെ രാഷ്ട്രീയമായിട്ടല്ല ഈ കാര്യത്തെ കാണുന്നത്. ഈ കാര്യത്തെ നമുക്ക് കൃത്യമായിട്ട് സാർ ഒരു ACCയുടെ ഉന്നത നേതാവാണ്, വളരെ നല്ല നേതാവാണ്. താങ്കൾക്ക് ഈ രാഹുൽ ഗാന്ധിയുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ രാഹുൽ ഗാന്ധി കേരളത്തിന്റെ MP കൂടെയാണ്. ഒരു കത്ത് കൊടുക്കൽ മാത്രമല്ലാതെ വേറെ എന്തെല്ലാം വഴികൾ ആലോചിക്കാമോ ആ വഴി കൂടെ ആലോചിച്ച് ഇവിടുത്തെ കഷ്ടപ്പെട്ട് അനുഭവിക്കുന്ന കുറെ ആൾക്കാരുണ്ട്. നാട്ടിൽ വരണം, ഞങ്ങളെല്ലാം നാട്ടിൽ വരണം, ഞങ്ങൾ ആരും നാട്ടിൽ വരണമെന്ന് ആഗ്രഹിക്കുന്നില്ല ഇപ്പം. പക്ഷെ നാട്ടിൽ വരണം എന്നുള്ള ആഗ്രഹിക്കുന്നവരെ ഇമാതിരി കത്ത് മാത്രം കൊടുത്തു എന്ന് പറയാതെ വേറെ ഏതെല്ലാം രീതിയിൽ നിങ്ങൾക്ക് പൊളിറ്റിക്കലി ദീപു, അദ്ദേഹം അത് പറഞ്ഞത് ഇപ്പോഴത്തെ സാഹചര്യത്തിലുള്ള പരിമിതികൾ കൊണ്ടാണ്. ലോക്ക്ഡൌൺ ആണ്, എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും സഞ്ചരിക്കുന്നതിനും നേരിൽ കാണുന്നതിനും ഒക്കെയുള്ള ചില ബുദ്ധിമുട്ടുകളെ കുറിച്ചാണ് അദ്ദേഹം സൂചിപ്പിച്ചുകൊണ്ട് കത്ത് എന്ന് പറഞ്ഞത്. മാത്രമല്ല മരുന്ന് അവിടെ എത്തിക്കുന്നതിനെ കുറിച്ച് അദ്ദേഹം സൂചിപ്പിച്ചു. വേറെ എന്തൊക്കെ ചെയ്യാമെന്ന നിർദ്ദേശം നിങ്ങൾ കൂടി ഇങ്ങോട്ട് തരൂ. ഇപ്പോൾ അവിടെ ഇന്ത്യൻ സ്കൂളുകളുണ്ട്, ക്വാറന്റൈൻ ക്യാമ്പുകൾ ആ സ്കൂളുകളുമായി ബന്ധപ്പെട്ട് ചെയ്യാനാകുമോ? അതുപോലെ എംബസിയുടെ വെൽഫെയർ ഫണ്ട് കൂടുതലായി ഉപയോഗിക്കാനാകുമോ? രജിസ്ട്രേഷൻ ഇല്ലാത്ത സാമൂഹ്യ പ്രവർത്തകരെ ഈ എംബസിക്ക് രജിസ്ട്രേഷൻ നൽകി നിങ്ങളുടെ സഹായത്തിനായി ഗ്രൗണ്ടിൽ ഇറക്കാനാവുമോ? അങ്ങനെയൊക്കെയുള്ള നിർദ്ദേശങ്ങൾ നിങ്ങളിൽ നിന്നുകൂടി വരട്ടെ. അപ്പോൾ അവർക്ക് ഇടപെടാൻ കുറെ കൂടി സൗകര്യം ഉണ്ടാകും. മിസ്റ്റർ ശരത്, ഇതുപോലെയുള്ള കാര്യങ്ങൾ നമ്മൾ ഇവിടെ ചെയ്യുന്നുണ്ട്. പക്ഷേ
അതിൽ അപ്പുറം ഒരു ദേശീയ നേതാവാണ് സാർ ഉമ്മൻചാണ്ടി സാർ. അപ്പൊ സാറിനെ പോലെ ഇത്രയും നന്നായിട്ട് പ്രവർത്തിക്കുന്ന ആൾക്കാർ അവിടെ അദ്ദേഹത്തിന് ഈ കത്ത് കൊടുക്കൽ മാത്രമല്ലാതെ വേറെ കോൺഗ്രസ് പാർട്ടിക്ക് എന്തെല്ലാം മാർഗങ്ങൾ ഉണ്ടാകും. തലയിൽ അവരുടെ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. അത് വെച്ചിട്ട് നമുക്ക് ഇവിടെ കേരളത്തിലേക്ക് ചെയ്യാൻ പറ്റുന്ന നമ്മൾ വിജയകരമായി പൂർത്തിയാക്കുന്നത് രാഹുൽ ഗാന്ധി തന്നെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളിലേക്ക് നമുക്ക് എന്തെല്ലാം രീതിയിൽ ചെയ്യാൻ പറ്റുന്ന ആ രീതിയിൽ ചെയ്യണം എന്നുള്ള അഭ്യർത്ഥനയാണ് ഉള്ളത്. ദീപുവിന്റെ ആ ഒരു കൺസേൺ ശ്രീ ഉമ്മൻചാണ്ടി താങ്കൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. കുറെ കൂടി പ്രൊആക്റ്റീവായി കോൺഗ്രസ് കുറച്ചുകൂടി ഇന്നോവേറ്റീവായി നീങ്ങണം ഈ കാലത്ത് എന്നാണ് അദ്ദേഹം പറഞ്ഞത് ദേശീയ തലത്തിൽ. തീർച്ചയായിട്ടും ആ വികാരം പൂർണ്ണമായിട്ട് ഉൾക്കൊള്ളുന്നു. ഞങ്ങൾ ഇവിടുന്ന് ഡൽഹിക്ക് യാത്രാ സൗകര്യം ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾ 3 പേരും ഞങ്ങൾ പ്രധാനമന്ത്രിയെ തന്നെ നേരിട്ട് കാണുമായിരുന്നു. അതില്ലാത്ത സാഹചര്യത്തിലാണ് അത് അങ്ങനെ ഞങ്ങൾ ഡൽഹിയിൽ വിളിച്ചു പറഞ്ഞു. ഞങ്ങൾ വിശദമായിട്ട് സംസാരിച്ചു. ഞങ്ങൾ 23 രാജ്യത്തെ പ്രതിനിധികളുമായി സംസാരിച്ചതിൽ നിന്ന് കിട്ടിയ നിർദ്ദേശങ്ങളടക്കം കൊടുത്തിട്ടാണ് അവർ കൊടുത്തത്. നിശ്ചയമായിട്ടും അതിൻ്റെ ഫോളോ അപ്പ് ഉണ്ടാകും. ഇവിടെ മെയ് 3 മുമ്പ് വിമാന സർവീസ് ആരംഭിക്കാൻ സാധിക്കുമെങ്കിൽ റെഗുലർ സർവീസ് ആയില്ലെങ്കിലും ചാർട്ടേഡ് ഫ്ലൈറ്റ് എന്നുള്ള നിർദ്ദേശം മുമ്പോട്ട് വെച്ചിട്ടുണ്ട്. നിശ്ചയമായും ഇവിടെ ദീപു അടക്കമുള്ള ആളുകൾ പറഞ്ഞ വികാരം ഞാൻ ഉൾക്കൊള്ളുന്നു. അതുകൂടെ ഉൾക്കൊണ്ടുകൊണ്ട് പരമാവധി വേഗത്തിൽ ആക്കാൻ ശ്രമിക്കും. ഇപ്പോൾ ആലപ്പുഴയിൽ നിന്ന് സുധീർ ആലപ്പുഴ ടെലിഫോൺ ലൈനിലുണ്ട്. സംസാരിച്ചോളൂ. ഈ ലോക്ക്ഡൌണിന് ശേഷം പ്രവാസികളെ ഇങ്ങോട്ട് കൊണ്ടുവരാനുള്ള തീരുമാനം കേന്ദ്ര സർക്കാർ എടുക്കുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടല്ലോ. അപ്പൊ എനിക്ക് അറിയാനുള്ള ഒരു കാര്യം, ഈ വിദേശത്ത് പോയിട്ടുള്ള പ്രവാസികളിൽ ഈ തൊഴിലാളികൾ NRIs അല്ലെങ്കിൽ ടൂറിന് സന്ദർശിക്കാൻ പോയിട്ടുള്ളവർ താൽക്കാലികമായി വിസിറ്റിംഗ് വിസയിൽ പോയിരിക്കുന്നത്, അങ്ങനെ മുൻഗണനാക്രമം എന്തെങ്കിലും ഉണ്ടാകുമോ? അതിനെന്തെങ്കിലും ഈ 19 MP കോൺഗ്രസിന് കേരളത്തിൽ നിന്നുണ്ടല്ലോ, എന്തെങ്കിലും ഒരു മുൻഗണനാക്രമം തൊഴിലാളികളെ ആദ്യം കൊണ്ടുവരുന്നതിന് എന്തെങ്കിലും മുൻഗണനാക്രമം കൊണ്ടുവരാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ടോ എന്നാണ് എനിക്കറിയേണ്ടത്. ശ്രീ ഉമ്മൻചാണ്ടി, നേരത്തെ താങ്കൾ പറഞ്ഞതിൽ ഈ പറഞ്ഞ നിലയിൽ ഉള്ള ആളുകളുണ്ട്. രോഗികൾ, ഗർഭിണികൾ, പ്രായമായവർ, കുടുങ്ങിപ്പോയവർ, തൊഴിലാളികൾ എന്നുള്ളതിലാണ് ഇപ്പോൾ സുധീർ കൂടുതൽ താല്പര്യം കാണിച്ചത്. അല്ലല്ല, ഞാൻ പറഞ്ഞു സുധീറെ, ഞാൻ പറഞ്ഞു തൊഴിൽ നഷ്ടപ്പെട്ടവരെന്നൂടെ പറഞ്ഞു ഞാൻ. പ്രയോറിറ്റി നിശ്ചയം അവർക്ക് അധിക ദിവസം കൊണ്ട് നിൽക്കാനൊക്കത്തില്ല. അതുകൊണ്ട് അവരെ എത്രയും വേഗം കൊണ്ടുവരേണ്ട ആവശ്യമുണ്ട്. അതും ഞാൻ പറഞ്ഞ കൂട്ടത്തിൽ തന്നെയുണ്ട്. തൊഴിലില്ലാത്തവർ എന്ന് പറഞ്ഞതിനകത്ത് അത് വരും. പിന്നെ ഉള്ളത്, നാട്ടിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന ആരെയും തടയരുത് എന്നുള്ളതാണ് നമ്മുടെ ഒരു സമീപനം. അവരുടെ തീരുമാനം, ആ തീരുമാനം നടപ്പിലാക്കും. നമ്മൾ ദീപ് ഓർക്കുമായിരിക്കും, നമ്മുടെ കുവൈറ്റ് യുദ്ധം ഉണ്ടായ സമയത്ത് യുദ്ധഭൂമിയിൽ നിന്നാണ് നമ്മൾ മുഴുവൻ ആളുകളെയും ഇവിടെ കേരളത്തിലെത്തിച്ചത്. അന്നത്തെ പോലുള്ള ആ ബുദ്ധിമുട്ടില്ലെങ്കിലും രോഗത്തിൻ്റെതായ ഭീഷണി നമുക്കുണ്ട്. ആ ഭീഷണിയെ നമ്മൾ അതിജീവിച്ചുകൊണ്ടായിരിക്കും ഇവരെ കൊണ്ടുവരാൻ പോകുന്നത്. തീർച്ചയായും ആ പരിഗണന, പ്രയോറിറ്റി, മുൻഗണനാക്രമം അദ്ദേഹം ആദ്യം പറഞ്ഞു. വീണ്ടും അത് പറയുന്നതിൽ കുടുങ്ങിപ്പോയവരുണ്ട്, ജോലി നഷ്ടപ്പെട്ടവരുണ്ട്, രോഗികളുണ്ട്, ഗർഭിണികളുണ്ട്, പ്രായമായവരുണ്ട്. അങ്ങനെ ആ നിലയിലാണ് ഈ പ്രവാസികൾ എന്ന് കേൾക്കുമ്പോൾ എല്ലാവരും അത് ഗൾഫ് മാത്രമായി കാണരുത്. ലോകമാകെയാണ് മലയാളി പ്രവാസി സമൂഹമുള്ളത്. അവരെ എല്ലാം പരിഗണിച്ചുകൊണ്ട് തന്നെയാണ് ഈ ഓരോ ചോദ്യവും, ഓരോ ചിന്തയും, ഓരോ അഭിപ്രായവും എന്നുകൂടി പറഞ്ഞുകൊണ്ടിപ്പോൾ വർക്കലയിൽ നിന്ന് സാബു എന്ന പ്രേക്ഷകൻ. സാബു, അദ്ദേഹത്തോട് സംസാരിക്കും. ഹലോ സാർ. പറയൂ. ഹലോ സാർ, എന്റെ ജ്യേഷ്ഠൻ ദുബൈയില് ഷാർജയിൽ ജോലി ചെയ്യാണ് കേട്ടോ. അപ്പൊ അദ്ദേഹം എന്റെ ജ്യേഷ്ഠന്റെ ഫ്ലാറ്റിൽ ഒരു 36 പേരാണ് ജ്യേഷ്ഠന്റെ കൂടെ ജോലി ചെയ്യുന്നവര്. ജ്യേഷ്ഠൻ സൂപ്പർവൈസറാണ്. അപ്പൊ കമ്പനി അവിടെ താമസിക്കാൻ കൊടുത്തിരിക്കുന്ന. തൊട്ട് താഴെ ഒരു ഗ്രോസറി ഉണ്ട്. ഗ്രോസറി മുതലാളിയെ ഒരാഴ്ചക്ക് മുമ്പേ പോലീസ് വന്ന് പിന്നെ കട അടപ്പിച്ച് അസുഖത്തിന്റെ അനുബന്ധിച്ചാണ് കൊണ്ടുപോയി. അത് കഴിഞ്ഞ് 2 പേരും ഉണ്ടായിരുന്നു, അദ്ദേഹത്തിന്റെ കൂടെ ജോലി ചെയ്യുന്ന 2 പേരെയും പിന്നെ പോലീസ് കൊണ്ടുപോയി. അപ്പൊ ഇതൊക്കെ കൊണ്ട് ആകെ ടെൻഷനിൽ ഒരു 10-36 പേരുണ്ട്. വിളിച്ച് പറയുന്നത്, വേറെ എന്തെങ്കിലും കൂടെ അസുഖം ഉണ്ടെങ്കിൽ മാത്രമേ ഇവര് ക്വാറന്റീനിലേക്ക് കിടത്തുള്ളൂ. ഈ കോവിഡ് ആണ് എന്ന് സ്ഥിരീകരിച്ചു കഴിഞ്ഞാൽ കുഴപ്പം, വേറെ അസുഖം കൂടെ ഒന്നും ഇല്ലെങ്കിൽ പറയുന്നത് റൂമിൽ തന്നെ പോകണമെന്നാണ് പറയുന്നവര്. ഇവർ ക്വാറന്റീനിൽ നിന്ന് കിടത്തത്തില്ല. ആകെ ഒരു ഭയങ്കര ഇത്. പിന്നെ ഇവരുടെ അടുത്ത് ആരും വന്ന് തിരക്കാൻ വന്നിട്ടില്ല. ഇവര് 3 പേരെയും കൊണ്ടുപോയിട്ട് ഇപ്പോൾ ഒരാഴ്ചക്ക് പുറത്തായി. ഈ 36 പേര് ഫ്ലാറ്റിലൊരു ടെൻഷനിൽ ജോലിക്കും പോകുന്നുണ്ട്.
പക്ഷെ ആരും ഒന്ന് തിരക്കിയിട്ടില്ല. ഈ കട എന്തിനാണ് അടപ്പിച്ചെന്നോ വേറെ ആരും ഇതിനെപ്പറ്റിയും തിരക്കാൻ ആരും വന്നിട്ടില്ല. എല്ലാം ഭയങ്കര ടെൻഷനിലാണ്. 37 പേരുണ്ട്, എന്റെ ജ്യേഷ്ഠൻ ഉൾപ്പെടെ 36 പേരുണ്ട് ആ ഫ്ലാറ്റിൽ. ശ്രീ ഉമ്മൻചാണ്ടി, നമ്മളൊക്കെ കേൾക്കുന്ന നമ്മളുമൊക്കെ നിസ്സഹായരായി പോകുന്ന ഒരു അവസ്ഥയാണ്. ഈ ക്യാമ്പുകളിൽ ഒരുപാട് ആളുകൾ, ഫ്ളാറ്റുകളിൽ ഒരുപാട്, ഇപ്പോൾ തന്നെ പറഞ്ഞു കേട്ടില്ലേ 37 ആളുകളാണ് ആ ഫ്ളാറ്റിൽ. അതുതന്നെയാണ് ക്യാമ്പുകളിലെയും സ്ഥിതി. എനിക്കൊന്ന് ബ്രദറിന്റെ ടെലിഫോൺ നമ്പർ തരണം, ഞാനൊന്ന് കോണ്ടാക്ട് ചെയ്തിട്ട് എന്ത് ചെയ്യാൻ പറ്റുമെന്നുള്ളത് തരണേ. സാബു, അദ്ദേഹം പറഞ്ഞത് സാബുവിന്റെ സഹോദരന്റെ നമ്പർ അദ്ദേഹത്തിന് കൊടുക്കുമെന്നാണ്, ഒന്ന് പറയാമോ? ആ, അദ്ദേഹം അത് കുറിച്ചെടുക്കുന്നുണ്ട്. ഇല്ലെങ്കിൽ സാബു കഴിഞ്ഞ് വിളിച്ചു തന്നാ മതി എന്റെ നമ്പർ. ഒരു കാര്യം ചെയ്യാം, ഞങ്ങൾ സാബുവിന്റെ കയ്യിൽ നിന്ന് ആ നമ്പർ വാങ്ങി അദ്ദേഹത്തിന് നൽകാം. റൈറ്റ്, താങ്കൾക്ക് ആ നമ്പർ കൈമാറാം പിന്നീട് ഈ പരിപാടിക്ക് ശേഷം. ഇതിൽ ഈ ലോക്ക്ഡൗൺ ആണ്, നേതാക്കളും എല്ലാവരും താങ്കൾ പറഞ്ഞോളൂ, എല്ലാവരും ഓരോ സ്ഥലത്ത് ലോക്ക്ഡൗൺ ആയിപ്പോയി, പരസ്പരം യാത്ര ചെയ്യാൻ ഒന്നും പറ്റാത്ത പ്രശ്നമുണ്ട്. ഇവിടെ കേരളത്തിൽ താമസിക്കുന്നു എന്നതുകൊണ്ട് തന്നെ താങ്കൾക്ക് കേരള മുഖ്യമന്ത്രിയുമായി പ്രത്യേകമായി സംസാരിക്കാനോ അല്ലെങ്കിൽ ഒക്കെ ചെയ്ത് ഇത്തരം കാര്യങ്ങളിലുള്ള താങ്കളുടെ ഒരു അഭിപ്രായങ്ങൾ അദ്ദേഹവുമായി പങ്കുവച്ച് കേന്ദ്രത്തിൽ ഒരു സംയുക്തമായി നീങ്ങാൻ പ്രത്യേകമായ ഒരു ശ്രമം എന്തെങ്കിലും നടന്നോ അല്ലെങ്കിൽ നടത്തുമോ? ഞാൻ മുഖ്യമന്ത്രിയായിട്ട് ഫോണിൽ ഈ സമയങ്ങളിൽ സംസാരിച്ചിട്ടുണ്ട്. പിന്നെ ഞാനുള്ളത് കുറെ കൂടി എഴുതി എല്ലാ ദിവസവും എനിക്കുള്ള നിർദ്ദേശങ്ങളും കാര്യങ്ങളും മുഖ്യമന്ത്രിയെ എഴുതി അറിയിക്കുന്നുണ്ട്, ഇതായിട്ടുണ്ട്. ഇപ്പം നമ്മുടെ ആളുകൾ വളരെ ദുഃഖകരമായ രീതിയിൽ കുടുങ്ങിക്കിടക്കുന്നുണ്ട്. ഒറ്റ ഉദാഹരണം, ഞാൻ എല്ലാം പറയുന്നില്ല. നമ്മുടെ നവോദയ വിദ്യാലയങ്ങളിൽ നിന്ന് പോയ കുട്ടികൾ തിരിച്ചു വരാൻ പറ്റാതെ 5 ജില്ലകളിലെ നവോദയ സ്കൂള്, ഇന്ത്യയിലെ 4 സംസ്ഥാനങ്ങളിൽ, മധ്യപ്രദേശ് 2, UP 1, ഹരിയാന, ഉത്തരാഖണ്ഡ് ഓരോ ജില്ല, ഇങ്ങനെ 4 സ്റ്റേറ്റുകളിലായിട്ട് 100 കുട്ടികൾ അവർ വളരെ നാളുകൾക്ക് അവിടെ നിന്ന് പോയതാണ്. ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ എക്സ്ചേഞ്ച് പ്രോഗ്രാം അനുസരിച്ച് പോയതാണ്. തിരിച്ചു വരാൻ 8 ജില്ലകൾക്ക് ഇവിടെ വരാൻ സാധിച്ചു. ഈ 5 പേരവിടെ കുടുങ്ങിപ്പോയി. അവരെ കൊണ്ടുവരാൻ അടിയന്തരമായ നടപടികൾ ആവശ്യമാണ്. ഞാൻ മുഖ്യമന്ത്രിക്ക് എഴുതി കൊടുത്തു. അത് കഴിഞ്ഞ് കേന്ദ്ര മാനവ വിഭവശേഷി മന്ത്രിക്ക് കൊടുത്തു. അവരെ കൊണ്ടുവരാമെന്ന് ഉറപ്പ് തന്നിട്ടുണ്ട്. പക്ഷേ ഈ 100 കുട്ടികൾ, അതും 12 വയസ്സ് 13 വയസ്സ് പ്രായമുള്ളവരാണ്. അവരുടെ മാതാക്കന്മാരുടെ പ്രയാസം, കുട്ടികളുടെ പ്രയാസം, ഇതിങ്ങനെ പല കാര്യങ്ങളിലും പ്രത്യേക ശ്രദ്ധ ചെലുത്തി ഈ ലോക്ക്ഡൗൺ ഉള്ളപ്പം തന്നെ ചെയ്യാൻ പറ്റുന്ന രീതി മുമ്പോട്ട് നീക്കണം എന്നുള്ളതാണ്. അതുപോലുള്ള നിർദ്ദേശങ്ങൾ ഞാൻ മുഖ്യമന്ത്രിക്ക് പലപ്പോഴും കൊടുത്തിട്ടുണ്ട്. ആ ഒരു ഏകോപനം അല്ലെങ്കിൽ ഒരു കൂട്ടായ്മയാണ് കേരളം ഈ ഘട്ടത്തിൽ ഒരുപാട് ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ ദൈനംദിനം എല്ലാ നടപടികൾ അവലോകനം ചെയ്യുന്നു. വൈകിട്ട് മുഖ്യമന്ത്രി മാധ്യമങ്ങളെ കാണുന്നു, ഓരോ ദിവസത്തെയും രോഗികളുടെ എണ്ണം പറയുന്നു, എടുക്കുന്ന നടപടികളെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്. പൊതുവിൽ താങ്കൾ ആദ്യം സൂചിപ്പിച്ചതുപോലെ കേരളത്തിനകത്ത് ഈ കോവിഡ് പ്രതിരോധം, അതിൽ സർക്കാരിൻ്റെ ഏകോപനം, പ്രവർത്തനം, അതിൽ താങ്കൾ പൊതുവിൽ തൃപ്തനാണോ? അല്ല, ഇപ്പം അതിനെക്കുറിച്ച് ചില നിർദ്ദേശങ്ങളുണ്ട്. ഞാനിപ്പോൾ അത് പരസ്യമായിട്ട് പറയുന്നില്ല. എനിക്കുള്ള നിർദ്ദേശങ്ങൾ മുഖ്യമന്ത്രിക്ക് എഴുതി കൊടുക്കുകയാണ് ചെയ്യാറുള്ളത്. പിന്നെ ഇതിനകത്ത് എനിക്ക് സന്തോഷകരമായ ഒരു സംഗതി ജനങ്ങളുടെ കോപ്പറേഷനാണ്, ജനങ്ങളുടെ പങ്കാളിത്തമാണ്, അവരുടെ പൂർണ്ണമായ ഇതാണ്. കാരണം ഒരു ബന്ദ് പോലും 24 മണിക്കൂർ നേരത്തെ നോട്ടീസ് കൊടുക്കാതെ നടത്തിയാൽ നമ്മുടെ ആളുകൾ ശക്തമായി പ്രതിഷേധിക്കുന്നവരാണ്. പക്ഷേ ഇത് പ്രധാനമന്ത്രി 8 മണിക്ക് ജനങ്ങളെ അഭിസംബോധന ചെയ്തു, 12 മണിക്ക് അത് നടപ്പിൽ വന്നു. എത്രയാ? 1 മാസത്തിലേറെ നീണ്ടു നിൽക്കുന്ന ലോക്ക്ഡൗൺ. അത് ജനങ്ങൾ അത് ഓരോരുത്തരുടെയും ആവശ്യമായിട്ട് കണ്ടു, അങ്ങനെ സഹകരിച്ചു. ആ സഹകരണം ഇതിൻ്റെ കൂടി വിജയമാണ് നമുക്ക് ഒരു നല്ല റിസൾട്ട് ഉണ്ടാക്കാൻ സാധിച്ചത്. ഇനിയും ഇതുപോലെ പ്രയാസം അനുഭവിക്കുന്ന, വളരെ പ്രകടമായി
തിരിച്ചു കൊണ്ടുവരണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകളെ തിരിച്ചു കൊണ്ടുവരാൻ നടപടിയെടുക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. ഈ കേരളത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നേരത്തെ പറഞ്ഞ പ്രവാസികളൊക്കെ നാട്ടിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന നമ്മുടെ നാട് ലോകത്ത് തന്നെ ഏറ്റവും ഏറെക്കുറെ സുരക്ഷിതമായി നിൽക്കുന്നു എന്നൊരു തോന്നലാണ്. രോഗികളാകുന്നവരുടെ എണ്ണം കുറയുന്നുണ്ട്, രോഗം ഭേദമാകുന്നവരുടെ എണ്ണം അതിലും ഇരട്ടിയാകുന്നുണ്ട്. ഈ നിരീക്ഷണത്തിൽ ഇരിക്കുന്നവരുടെ എണ്ണം 1,00,000-ൽ താഴെയായി, അത് 70,000-ത്തിനടുത്ത് മാത്രമായി കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് സത്യത്തിൽ നമ്മുടെ ആരോഗ്യ പ്രവർത്തകരുടെ പൊതുവായ ഏകോപനത്തിൻ്റെ വളരെ ചിട്ടയായ മുന്നോട്ട് പോകിൻ്റെ ജനങ്ങളെ നേതൃപരമായി പൊതുവിൽ കേരളം എന്നൊരു സ്റ്റേറ്റ് ആ നിലയിൽ പ്രവർത്തിച്ചതുകൊണ്ടുകൂടിയല്ലേ ജനങ്ങൾക്ക് അതിനോടൊപ്പം അങ്ങനെ സഹകരിക്കാൻ കൂടി കഴിഞ്ഞത്. ആ നിലയിൽ എല്ലാവരുടെയും ഒരു പങ്കാളിത്തം അതിൻ്റെ ഒരു വലിയ വിജയം തന്നെയല്ലേ ശ്രീ ഉമ്മൻചാണ്ടി? നിശ്ചയമായിട്ടും അതാണ് എല്ലാവരുടെയും കൂട്ടായിട്ടുള്ള ഒരു പ്രവർത്തനം നമുക്കുണ്ടായി. ഇത് ഓരോന്നും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയാണ്, നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയാണ് എന്നുള്ള ഒരു ധാരണ ജനങ്ങൾക്കുണ്ടായതാണ് ഈ ശ്രമങ്ങൾ വിജയിക്കാൻ ഇടയായത്. ഞാൻ ഒരു കാര്യം കൂടി എടുത്തു പറയുന്നു. ആരോഗ്യരംഗത്തെ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടിട്ടുള്ളവർ, അതുപോലെ തന്നെ ഈ ലോക്ക്ഡൗണിൻ്റെ കാര്യങ്ങൾ ഏറ്റവും ഭംഗിയായി നിറവേറ്റാനുള്ളത് പോലീസ്. ഈ രണ്ട് വിഭാഗം, അവരോടനുബന്ധിച്ചിട്ടുള്ള എല്ലാ വിഭാഗങ്ങളുണ്ട്, എല്ലാ വിഭാഗക്കാരുണ്ട്. അവരുടെ എല്ലാം പ്രവർത്തനങ്ങളെ പ്രത്യേകം അഭിനന്ദിക്കാനും ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. ശ്രീ ഉമ്മൻചാണ്ടി, പ്രവാസികൾ ചില ആളുകൾ കൂടി താങ്കളോട് സംസാരിക്കാനായി ഞങ്ങളുടെ ലൈനിലേക്ക്, ടെലിഫോൺ ലൈനിലേക്ക് വരുന്നുണ്ട്. പക്ഷേ ഈ മിനിറ്റിലൊരു ഇടവേളയിലേക്ക് പോകേണ്ടതാണ്. അത് അല്പം നീണ്ടുപോവുകയും ചെയ്തു. ആ ഇടവേളയിലേക്ക് പോയ ശേഷം താങ്കളിലേക്ക് തന്നെ മടങ്ങി വരാം. അവരുടെ ചില അഭിപ്രായങ്ങൾ കേട്ടുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം. ഞാൻ താങ്കളിലേക്ക് മടങ്ങി വരാം ചെറിയ ഇടവേളയ്ക്ക് ശേഷം. മുൻ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടി തുടരുകയാണ് ന്യൂസ് റൂം ലൈവിൽ. പ്രവാസികൾ കോവിഡ് പ്രതിരോധ കാലം പൊതുവിൽ വിലയിരുത്തിക്കൊണ്ടാണ് അദ്ദേഹം സംസാരിക്കുന്നത്. ഇപ്പോൾ കോഴിക്കോട് നിന്ന് ഷാഫി എന്ന പ്രേക്ഷകനാണ് അദ്ദേഹത്തോട് സംസാരിക്കാനുള്ളത്. ഷാഫി, അദ്ദേഹത്തോട് സംസാരിക്കും. എന്താണ് ചോദിക്കുന്നത്? ഞാൻ ദുബായിൽ നിന്ന് വന്ന ആളാണ്. ഞാനിപ്പോ ഇവിടെ ലീവിന് വന്നാണ്. എന്റെ സമയം പോകാനുള്ളത് അവിടെ വിശേഷന്റെ ഇരുന്ന് പ്രശ്നമല്ല. പക്ഷെ എന്റെ മക്കളൊക്കെ അവിടെയാണ് സാർ. ഇതെന്താ പ്രശ്നം വെച്ചാൽ നമ്മുടെ ആൾക്കാർക്കല്ല, അവിടെ കുറെ ആൾക്കാർക്ക് സാർ ഭയങ്കര കഷ്ടപ്പാടാണ്. ഇതൊന്നും നിങ്ങൾ എല്ലാവരും ശ്രദ്ധയിലൊന്ന് പെടുത്തുക സാർ. അവർക്ക് ഇവിടെ വരണം, എങ്ങനെയെങ്കിലും നാട്ടിൽ വരണം. അത് അവരുടെ ആഗ്രഹമാണ്. കാരണം ഇങ്ങനത്തെ ഒരു സമയത്ത് അവർക്കിപ്പോൾ വരാൻ വേണ്ടി പോയിട്ട് നിൽക്കാം. കാരണം അവിടെ ആരും അവരെ ഹെൽപ്പ് ചെയ്യാനില്ല. നമ്മളെ മലയാളികൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും അല്ലാത്ത കുറെ ആൾക്കാരുണ്ട് അവിടെ. കരാർ കമ്പനിയിലൊക്കെ ജോലി ചെയ്യുന്ന ആൾക്കാർ വളരെ വിഷമത്തിലാണ്. ഗവൺമെന്റ് ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇത് സാറൊന്ന് ബഹുമാനപ്പെട്ട സാറൊന്ന് എല്ലാവരും ഒന്ന് ഇടപെടിച്ചിട്ട് പെട്ടെന്ന് ഒരു ഫ്ലൈറ്റിനുള്ള അറേഞ്ച്മെന്റ് ഉണ്ടാക്കണം സാർ. ഒരു നിമിഷം ഷാഫി, വളരെ പ്രധാനപ്പെട്ട ഒരു വേദനയാണ് താങ്കൾ പങ്കുവച്ചത്. അതിന് ശ്രീ ഉമ്മൻചാണ്ടിക്ക് മറുപടിയുമുണ്ട്. മുമ്പ് പറഞ്ഞതാണെങ്കിൽ കൂടി ശ്രീ ഉമ്മൻചാണ്ടി, ഞാൻ അതിലേക്ക് വരാം. ഒരു മിനിറ്റ്. ഇപ്പോൾ ആരോഗ്യമന്ത്രി എത്തിയിട്ടുണ്ട്. കോവിഡുമായി ബന്ധപ്പെട്ട ചില വിവരങ്ങളാണ് പങ്കുവെക്കുന്നത്. പോസിറ്റീവായിട്ട് കണ്ടു. അപ്പോൾ നമ്മൾ പോസിറ്റീവ് പേഷ്യൻസിൻ്റെ കൂടെ ഉൾപ്പെടുത്തുകയും ചെയ്തു. എന്നാൽ അദ്ദേഹത്തിന് നല്ല ചികിത്സ കൊടുത്തു. ഇതൊരു കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ വിദഗ്ധ ടീമടക്കം അവിടെ പോയിട്ടാണ് അദ്ദേഹത്തിന് ചികിത്സ കൊടുത്തത്. കാരണം അദ്ദേഹം ഏജിൻ്റെ കാരണങ്ങളാലും പിന്നെ നേരത്തെ തന്നെ ഈ ട്രീറ്റ്മെൻറ്റ് എടുത്തുകൊണ്ടിരിക്കുന്ന ഒരാൾ എന്നുള്ള നിലയിലും നല്ല ക്ഷീണിതനായിരുന്നു അദ്ദേഹം വരുന്ന സമയത്ത് തന്നെ. പക്ഷേ നമ്മളൊരു വിദഗ്ധ സമിതി തന്നെ ഇടപെട്ടുകൊണ്ട് നല്ല ട്രീറ്റ്മെൻറ്റ് കൊടുത്തു. പിന്നീട് അദ്ദേഹം ബെറ്ററായി. 3 തവണ അദ്ദേഹത്തിൻ്റെ റിസൾട്ട് പരിശോധിച്ചു, നെഗറ്റീവാണെന്ന് ഉറപ്പാക്കി. അദ്ദേഹം കോവിഡ് നെഗറ്റീവായിട്ട് മാറി. എങ്കിലും അദ്ദേഹത്തിന് നേരത്തെ നിലനിൽക്കുന്ന ഒരുപാട് ശാരീരിക പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെ ചികിത്സ തുടരുകയായിരുന്നു. അപ്പോൾ കോവിഡ് നെഗറ്റീവായിട്ട് അദ്ദേഹം മാറിയിരിക്കുന്നു. നോൺ കോവിഡ് ഡെത്താണ്. എങ്കിലും ഓൾഡ് ഏജിൻ്റെ പ്രോബ്ലവും അതുപോലെ തന്നെ ഈ പറഞ്ഞിട്ടുള്ള ഹെൽത്ത് കണ്ടീഷൻസും ആയിരുന്നു അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ അദ്ദേഹം ഇന്ന് മരണപ്പെട്ടു എന്നുള്ളതാണ്. നമുക്ക് വളരെ എല്ലാവരും സന്തോഷിച്ചിരിക്കുകയായിരുന്നു. അദ്ദേഹത്തെ രക്ഷപ്പെടുത്തി വളരെ നല്ല സ്റ്റേബിളായി, നെഗറ്റീവായി. അദ്ദേഹം തന്നെ വീട്ടുകാരോടൊക്കെ സംസാരിച്ചു എന്നാണ് അറിഞ്ഞത്. അങ്ങനെ ഹോസ്പിറ്റലിലുള്ള സ്റ്റാഫൊക്കെ അദ്ദേഹത്തെ നന്നായിട്ട് കെയർ ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുകയൊക്കെ ചെയ്തു എന്ന് പറഞ്ഞു. അതിനിടയിലാണ് അദ്ദേഹത്തിൻ്റെ കിഡ്നി പ്രോബ്ലം അദ്ദേഹത്തിന് വന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇൻഫെക്ഷനൊക്കെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. ഏതായാലും അദ്ദേഹം മരിച്ചുപോയി. അദ്ദേഹം ജീവിച്ചിരിക്കുന്നത് കണ്ട് നമ്മൾ വലിയ സന്തോഷത്തിൽ നിന്നതായിരുന്നു. പക്ഷേ അത് പിന്നെ കോവിഡ് ഭേദമായതിനു ശേഷമുള്ള ഡെത്താണ്. നോൺ കോവിഡ് ഡെത്തായിട്ട് നമുക്കത് കണക്കാക്കാൻ പറ്റുള്ളൂ.
ആരോഗ്യമന്ത്രി കെ ശൈലജയാണ് ഇപ്പോൾ സംസാരിച്ചത്. മലപ്പുറത്ത് കോവിഡ് ചികിത്സയിലായിരുന്ന 85-കാരൻ മരിച്ചു. പക്ഷേ പരിശോധനയിൽ 3 ദിവസം മുമ്പുള്ള പരിശോധനയിലും ഫലം നെഗറ്റീവായിരുന്നു. മരണം വാർദ്ധക്യ സഹജമായ കാരണങ്ങളാലാണ്, കോവിഡ് മൂലമല്ല മരണം എന്ന് സ്ഥിരീകരിച്ചു. ആ വിവരങ്ങളാണ് ആരോഗ്യമന്ത്രി ഇപ്പോൾ സംസാരിച്ചപ്പോൾ പറഞ്ഞത്. ശ്രീ ഉമ്മൻചാണ്ടി, നേരത്തെ ഷാഫി എന്ന പ്രേക്ഷകൻ പറഞ്ഞൊരു പ്രശ്നമുണ്ട്. മുമ്പ് താങ്കൾ പറഞ്ഞത് തന്നെയാണ്, വല്ലാതെ നാട്ടിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന ആളുകൾ ഒരുപാട് നിൽക്കുകയാണ്. കരാർ തൊഴിലാളികളുമൊക്കെ അക്കൂട്ടത്തിലുണ്ട്. അതെ, നിശ്ചയമായിട്ടും അത് തിരിച്ചറിയുന്നു. ഞാൻ പറഞ്ഞല്ലോ, 23 രാജ്യങ്ങളുമായിട്ട് സംസാരിച്ചപ്പം ഇതിൻ്റെ ഗൗരവം നല്ലപോലെ മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഒരു പ്രയോറിറ്റി ലെവലിൽ എടുത്തിട്ട് പോരാൻ ആഗ്രഹിക്കുന്ന മുഴുവൻ ആളുകളെയും ഇവിടെ എത്തിക്കുക എന്നുള്ള വലിയൊരു ദൗത്യമാണ്. അത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെയും സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെയും ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. വീണ്ടും അതിനു വേണ്ടിയിട്ടുള്ള തുടർച്ചയായിട്ടുള്ള നീക്കമായിട്ട് മുമ്പോട്ട് പോകും. കോടതിയിൽ കേന്ദ്ര ഗവൺമെൻറ് എടുത്ത നിലപാടിനോട് എനിക്ക് യോജിപ്പില്ല. അത് തീർച്ചയായും കേരളത്തിന് മാത്രമായൊരു ഇളവ് അനുവദിക്കാനാവില്ല എന്നാണ് പറഞ്ഞത്. അല്ല, വേണ്ട, ചാർട്ടേഡ് ഫ്ലൈറ്റ് ഇപ്പം കേരളം ആവശ്യപ്പെടുന്നുള്ളെങ്കിലോ ചാർട്ടേഡ് ഫ്ലൈറ്റ് മറ്റ് സ്റ്റേറ്റ് അപേക്ഷിക്കാതെ കൊടുക്കാൻ പറ്റുമോ? അതാണ്. അപ്പോൾ ആ നിലയിൽ കേരളത്തിന്റെ സാഹചര്യം കൂടി പരിഗണിച്ചുകൊണ്ട് നിലപാടെടുക്കണം അല്ലേ? മറ്റുള്ള എടുക്കണം എന്നുള്ളതാണ്. വേറെ ആരും ചാർട്ടേഡ് ഫ്ലൈറ്റ് പറയത്തില്ല, നമ്മൾ പറയുന്നു. കാരണം വളരെ അത്യാവശ്യമായിട്ട് ഇവിടെ എത്തിക്കേണ്ട ആളുകളുണ്ട്. അതുകൂടെ വെച്ചുകൊണ്ടാണ് അങ്ങനെ ഒരു, ഞാൻ നേരത്തെ താങ്കളോട് ചോദിച്ചതാണ്, അങ്ങനെയാണെങ്കിൽ ഈ ചാർട്ടേഡ് ഫ്ലൈറ്റുകൾ കേരളം ആവശ്യപ്പെടണം എന്നൊരു നിർദ്ദേശം താങ്കൾ മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെടുമോ, നിർദ്ദേശിക്കുമോ? ആവശ്യപ്പെടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഗവൺമെൻറ്റാണ് അതിന് ആദ്യം ഇനീഷ്യേറ്റീവ് എടുക്കേണ്ടത്. അത് കഴിഞ്ഞാണ് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പ്രത്യേകമായിട്ടുള്ള സാങ്ഷൻ വേണ്ടത്. കേരള ഗവൺമെൻറ് പറയണമെന്ന് ഞാൻ പറഞ്ഞത് എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ ഈ വരുന്നവരെ മുഴുവൻ ക്വാറന്റൈൻ ക്യാമ്പിലേക്ക് വിടണം. അതിനുള്ള ക്യാമ്പും കാര്യങ്ങളും ശരിയായി ഞങ്ങളിങ്ങോട്ട് വന്നാൽ അവരെ സ്വീകരിക്കാൻ തയ്യാറാണ് എന്ന് പറയുന്ന സാഹചര്യം വന്നാൽ നെക്സ്റ്റ് സ്റ്റെപ്പാണ് കേന്ദ്ര ഗവൺമെൻറ് അനുമതി തരണം എന്നുള്ളത്. ഇപ്പോൾ ദുബായിൽ നിന്ന് വാഹിദ് എന്ന ഒരു ആള് ചേരുന്നുണ്ട്. നാട്ടികക്കാരനാണ്, പൊതുപ്രവർത്തകനാണ്. അദ്ദേഹം പറയുന്നു, ഒന്ന് കേൾക്കാം. നമസ്കാരം സാർ. കേരളത്തിൽ ആശങ്ക അകന്നു എന്നുള്ള അവസ്ഥ വന്നതോടുകൂടി ഇതുവരെ ഒന്നിച്ചു നിന്നിരുന്ന കേരളത്തിലെ പ്രതിപക്ഷവും ഭരണപക്ഷവും എല്ലാം തന്നെ ഇപ്പോൾ പഴയതുപോലെ രാഷ്ട്രീയ ചക്കളത്തി പോരാട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ്. എന്തൊരു ദുര്യോഗമാണ് സാർ. ഇവിടെയുള്ള ലക്ഷക്കണക്കിന് മലയാളികളെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കാതെ ഞങ്ങൾ തിരിച്ചു വന്നു കഴിഞ്ഞാൽ വേണ്ടത്ര സൗകര്യങ്ങൾ ഒരുക്കാൻ ഒന്നിച്ചു നിൽക്കുന്നതിന് പകരം ഇപ്പോഴേ നിങ്ങൾ പരസ്പരം കടിച്ചു കീറുന്ന രൂപത്തിലേക്ക് രാഷ്ട്രീയ ചർച്ചയിലേക്ക് എന്തിന് കേരളത്തിന്റെ പൊതു രാഷ്ട്രീയത്തെ കൊണ്ടുപോയി? കേരളത്തിന് പുറത്തുള്ള നമ്മുടെ ആളുകളുടെ ഒരു ആശങ്കയാണ് ശ്രീ ഉമ്മൻചാണ്ടി. അതിലൊരു സീനിയർ ലീഡർ എന്ന നിലയിൽ താങ്കളുടെ ഒരു അഭിപ്രായമാണ് വാഹിദ് പ്രതീക്ഷിക്കുന്നത്. ഞാൻ ഏതായാലും ഈ ന്യൂസ് അവറിലെ ചർച്ചയിൽ ഒരു രാഷ്ട്രീയവും കൊണ്ടുവന്നിട്ടില്ല. കേന്ദ്ര ഗവൺമെൻറ്റിനെ കുറിച്ചോ സംസ്ഥാന ഗവൺമെൻറ്റിനെ കുറിച്ചോ ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല. പറയേണ്ട ചില കാര്യങ്ങളൊക്കെ ഉണ്ട്, അത് മനസ്സിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. അത് പറയേണ്ടവരോട് മാത്രമേ പറയത്തുള്ളൂ, പബ്ലിക്കായിട്ട് പറയത്തില്ല. അങ്ങയുടെ പ്രകടിപ്പിച്ച വികാരം പൂർണ്ണമായി ഉൾക്കൊണ്ടുകൊണ്ടാണ് പ്രതിപക്ഷം ഈ ദിവസങ്ങളിലെല്ലാം പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. എന്തെങ്കിലും വിമർശനമെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ പോലും അത് വിമർശനമായിട്ട് കണക്കാക്കരുത്, നിർദ്ദേശമായിട്ട് കണക്കാക്കാവൂ എന്ന് എല്ലാവരും പറഞ്ഞിട്ടുമുണ്ട്. ചില നിർദ്ദേശങ്ങൾ കൊടുത്തിട്ടുണ്ട്, അത് ഇനിയാണേലും കൊടുക്കേണ്ടി വരും. അല്ലാതെ ഈ കോവിഡുമായിട്ട് ബന്ധപ്പെട്ട ഒരു കോൺട്രവേഴ്സിയിലേക്കും വന്നിട്ടില്ല. ഇപ്പം നിർഭാഗ്യകരമായ ചില സാഹചര്യങ്ങൾ ഉണ്ടായത് എല്ലാവർക്കും അറിയാം. ഞാൻ അതിലേക്ക് പോകുന്നില്ല. അത് എങ്ങനെയുണ്ടായി, ഏത് സാഹചര്യത്തിലുണ്ടായി എന്നൊക്കെ കൂടി നോക്കുക. അതുകൊണ്ട് തന്നെ പ്രതിപക്ഷത്തിന്റെ അടക്കം ഭാഗത്തു നിന്ന് വിമർശനങ്ങൾ പരിധി വിടാതിരിക്കാൻ ശ്രദ്ധിക്കണം എന്ന് ശ്രീ ഉമ്മൻചാണ്ടി പറയുന്നുണ്ടോ?
പിന്നെ കോവിഡുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളിൽ വിമർശനമേ ഇല്ല, നിർദ്ദേശങ്ങളാണ്. ഇപ്പം ഗവൺമെന്റ് പ്രഖ്യാപിച്ച കാര്യങ്ങൾ നടന്നിട്ടില്ലെന്ന് ഗവൺമെന്റിനെ ബോധ്യപ്പെടുത്തുക, അത് ഞങ്ങൾ ചെയ്യുന്നുണ്ട്. അല്ലാതെ വിമർശനം എന്നുമില്ല. ഞാൻ ഒറ്റ ഉദാഹരണം പറയാം, ഞാൻ സമയമെടുക്കുന്നില്ല. നമ്മളെ ഗവൺമെന്റ് പ്രഖ്യാപിച്ച പാക്കേജിലുള്ള ഒരു സ്കീമാണ് വിധവകളുടെയും പ്രായമായവരുടെയും പെൻഷൻ കൊടുക്കുന്നത്. ഗവൺമെന്റ് ഓർഡർ ഇഷ്യൂ ചെയ്തു, പണം അലോട്ട് ചെയ്തു, ഡിസ്ട്രിബ്യൂഷൻ ആരംഭിച്ചു. പക്ഷേ അർഹിക്കുന്ന വളരെ പേർക്ക് അത് കിട്ടുന്നില്ല. എന്താ കാരണം എന്നറിയാമോ? വിധവാ പെൻഷൻ കിട്ടണമെങ്കിൽ അവര് വില്ലേജ് ഓഫീസറുടെ ഒരു സർട്ടിഫിക്കറ്റ് മേടിച്ച് കൊടുക്കണം. ഞാൻ പുനർവിവാഹം ചെയ്തിട്ടില്ല എന്നൊരു സർട്ടിഫിക്കറ്റ് മേടിച്ച് കൊടുക്കണം. എവിടെയെങ്കിലും ആ സർട്ടിഫിക്കറ്റ് കിട്ടുമോ? ഈ പാവങ്ങൾ എവിടെ പോകാനാ? ഇത് UDF ഗവൺമെന്റ് കാലത്തും ഇതുപോലൊരു നിർദ്ദേശം വന്നു. ഞാൻ ആ നിർദ്ദേശം തള്ളിക്കളഞ്ഞിച്ച് വെച്ച പകരം നിർദ്ദേശം എന്താണെന്നറിയാമോ? ഈ പെൻഷൻ വാങ്ങുന്ന വിധവ ഒരു സത്യവാങ്മൂലം കൊടുത്താൽ മതി, ഞാൻ പുനർവിവാഹം ചെയ്തിട്ടില്ല. അത് വെച്ചുകൊണ്ട് പെൻഷൻ കൊടുക്കാനായിരുന്നു UDFന്റെ കാലത്തെ തീരുമാനം. ഇപ്പം അത് മാറ്റിയത് കൊണ്ട് പലർക്കും കിട്ടുന്നില്ല. ഇത് ഞങ്ങൾ വിമർശനമായിട്ടല്ല പറഞ്ഞിട്ടുള്ളത്, നിർദ്ദേശമായിട്ടാണ്. ഇവർക്കെല്ലാം കിട്ടണം എന്നാണ് ഉദ്ദേശമെങ്കിൽ ഈ വ്യവസ്ഥ മാറ്റണം. പഴയ അത് നടപ്പിലാക്കിയാൽ മതി. സത്യവാങ്മൂലം ഞാൻ പുനർവിവാഹം ചെയ്തിട്ടില്ല എന്ന് വരുത്തിയാൽ മതി. ശ്രീ ഉമ്മൻചാണ്ടി, താങ്കളുടെ അനുഭവത്തിൽ നിന്ന് ഒരുപക്ഷെ താങ്കളെപ്പോലെ ഒരു നേതാവ് ഈ ഘട്ടത്തിൽ ആ പ്രായോഗിക പ്രശ്നം പറഞ്ഞിരുന്നുവെങ്കിൽ, അല്ലെങ്കിൽ പറഞ്ഞില്ല എന്നല്ല ഞാൻ പറയുന്നത്, പറഞ്ഞാൽ ഒരുപക്ഷെ സർക്കാരിനത് തിരുത്താൻ കഴിയുന്നതേ ഉള്ളൂ, ആളുകൾക്ക് കുറച്ചുകൂടി ഇത് സഹായകരമാകുന്നു. അത്തരം ഇടപെടലുകൾ ഉണ്ടാവേണ്ടത് തന്നെയാണ്. പക്ഷേ കോവിഡ് കാലത്ത്, കോവിഡിന് പുറത്ത് ഈ അനാവശ്യമായ വിവാദങ്ങൾ സത്യത്തിൽ അത് പരിധി വിട്ടു പോകാതിരിക്കാൻ നേതാക്കൾ ശ്രദ്ധിക്കേണ്ടതല്ലേ? ഒന്ന്. രണ്ട്, നമ്മുടെ നാട്ടിൽ സാമ്പത്തിക തകർച്ച കൂടി സംഭവിക്കുകയാണ്. അതിൻ്റെ കാരണങ്ങളെക്കുറിച്ചൊക്കെ പല അഭിപ്രായങ്ങൾ ഉണ്ടാകുമായിരിക്കും. അപ്പോൾ ഈ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്കൊക്കെ കാര്യമായി പണം എത്തണ്ടേ? ആ പണം എത്താൻ അതിൽ തർക്കങ്ങൾ ഉണ്ടെങ്കിലും അത് പിന്നീട് പരിശോധിക്കേണ്ടതല്ലേ? അപ്പോൾ അതിന് താങ്കളെ പോലെയുള്ള ആളുകൾ അതിലേക്ക് നിങ്ങൾ കൈയയച്ച് സഹായിക്കണം എന്ന് ആളുകളോട് പറയുമോ? എല്ലാവരും സഹകരിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. UDFന്റെ MLA കോൺട്രിബ്യൂഷൻ കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്, MP കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. എല്ലാം കാര്യങ്ങൾ നടക്കും. ഇപ്പം എങ്ങനെയാണ് ഈ വിവാദം ഉണ്ടായതെന്നുള്ളത് എല്ലാവർക്കും അറിയാം. ഏതായാലും ഈ കോവിഡ് മായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളിൽ ഇതൊന്നും ബാധിക്കത്തില്ല. എല്ലാവരും തന്നെ ഉറച്ചു നിൽക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഈ വിധവാ പെൻഷന്റെ കാര്യം ഞാൻ 2012 UDF ഗവൺമെന്റ് ഇറക്കിയ ഗവൺമെന്റ് ഓർഡർ സഹിതം ഞാൻ എല്ലാവരെയും കാണിച്ചിട്ടുണ്ട്. ആ ഒരു കാര്യം നടപ്പിലാക്കിയാൽ എല്ലാവർക്കും കിട്ടും. തീർച്ചയായും ആ താങ്കളിപ്പോൾ ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്ന ആ വിഷയം ഒരു മാധ്യമം എന്ന നിലയിൽ ഞങ്ങൾ കൂടി ഏറ്റെടുക്കുകയും അത് ധനകാര്യമന്ത്രിയുമായും മുഖ്യമന്ത്രിയുടെയും മറ്റും ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയും അത്തരൊരു ബുദ്ധിമുട്ട് ആളുകൾക്ക് ഈ കാലത്ത് പ്രത്യേകിച്ച് ഓഫീസുകളില്ല, ഉണ്ടെങ്കിലും അതിൻ്റെ ഒരു പ്രായോഗിക പ്രശ്നമാണ് താങ്കൾ സൂചിപ്പിച്ചത്. തിരുത്താൻ കഴിയുന്നതാണെങ്കിൽ അതിൻ്റെ ശ്രദ്ധയിലേക്ക് യോജിച്ചോ തന്നെ സർക്കാരിൻ്റെ ശ്രദ്ധയിലേക്ക് അത് കൊണ്ടുവരികയും ചെയ്യും. അവസാനമായി ഒരു പ്രേക്ഷകൻ്റെ കൂടി കോൾ എടുത്തുകൊണ്ട് നമുക്ക് താങ്കൾ 1 മണിക്കൂർ സമയം ഞങ്ങൾക്ക് അനുവദിച്ചു എന്നത് നന്ദിയോടെ ഓർത്തുകൊണ്ട് മുഹമ്മദ് റാഫി ചേരുന്നു. റാഫി, അദ്ദേഹത്തോടൊരു ചോദ്യം വളരെ ചുരുക്കത്തിൽ ചോദിച്ചോളൂ. ഗുഡ് മോർണിംഗ് ഉമ്മൻചാണ്ടി സാർ. എന്റെ മോൻ തൗഫീഖ് പറഞ്ഞ മോൻ 19 വയസ്സായിട്ടുള്ള മോന്, അവൻ ഷാർജ ഇന്റർനാഷണൽ 2 എന്ന ലേബർ ക്യാമ്പിലെ താമസിക്കുന്നത്. അവനിപ്പോ ദൈനിക അവസ്ഥയെന്ന് പറയുന്നത് അവനിക്കിപ്പോ നാട്ടിൽ വരാൻ പറ്റില്ല. റാഫി, മകന്റെ നമ്പർ ഒന്ന് അദ്ദേഹത്തിന് കൊടുക്കുമോ? മകന്റെ നമ്പർ കൊടുക്കാം. കയ്യിലുണ്ടെങ്കിൽ ഇപ്പോൾ പറഞ്ഞോളൂ, അദ്ദേഹം എഴുതി. കയ്യിലുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ കൊടുക്കാം. നമ്പർ സാർ 54. നമ്പർ കൊടുക്കാം. 54 70 73 2. ശരി. 70 16 73 സാർ ഒറ്റ 54.
ഇല്ല, നമ്പർ പൂർണ്ണമായിട്ടില്ല. ഒരു കാര്യം ചെയ്യാം റാഫി, പിന്നെ എങ്ങനെയാ? അല്ല ശ്രീ ഉമ്മൻചാണ്ടി, അത് പ്രശ്നമില്ല. നേരത്തെ സാബുവിന്റെ സഹോദരന്റെ നമ്പർ താങ്കൾക്ക് തരാനുണ്ട്. അതുപോലെ റാഫിയുടെ മകന്റെ നമ്പർ ഞങ്ങൾ തന്നെ കളക്ട് ചെയ്ത് ഉടൻ തന്നെ താങ്കൾക്ക് നൽകാം. റാഫിയുടെ വേദന മനസ്സിലാകുന്നു. 19 വയസ്സുള്ള മകൻ ലേബർ ക്യാമ്പിൽ അതീവ ദയനീയമായ അവസ്ഥയിൽ കഴിയുന്നുവെന്ന ആ പിതാവിന്റെ വേദനയാണ് അദ്ദേഹം പങ്കുവച്ചത്. ശ്രീ ഉമ്മൻചാണ്ടി, അവസാനമായി. ഓക്കെ, താങ്ക് യു. എനിക്ക് ഇങ്ങനെ പല പ്രശ്നങ്ങളും എനിക്കും അറിയാൻ അവസരം കിട്ടിയ ഇതിന് വളരെ നന്ദി. ഓക്കെ, താങ്ക് യു. ശ്രീ ഉമ്മൻചാണ്ടി മുൻ മുഖ്യമന്ത്രിയാണ് ഇപ്പോൾ സംസാരിച്ചത്. വിമർശനങ്ങൾ പരിധി വിടാതെ കോവിഡ് കാലമാണ് എന്ന തിരിച്ചറിവോടെ കോവിഡ് പ്രതിരോധത്തിന് എല്ലാവരും സഹകരിച്ച് തന്നെ മുന്നോട്ട് പോകണം. പ്രവാസികളെ നാട്ടിലേക്ക് കൊണ്ടുവരാൻ മെയ് 3 വരെ കാത്തിരിക്കാം. അതിനുശേഷം കേന്ദ്ര സർക്കാരിൻ്റെ നിലപാട് മാറണം. വരാൻ ആഗ്രഹിക്കുന്നവരെ മുൻഗണനാ പട്ടിക തയ്യാറാക്കി കേരളത്തിലേക്കും രാജ്യത്തേക്കും എത്തിക്കാൻ തയ്യാറാകണം. അവർക്ക് വേണ്ട ക്വാറന്റൈൻ ക്യാമ്പുകൾ ഒരുക്കണം. അതിന് സാധ്യമല്ല എന്നതുപോലെയുള്ള നിലപാടുകൾ, യോജിക്കുന്നതല്ല എന്നതുപോലുള്ള നിലപാടുകളാണ്, അഭിപ്രായങ്ങളാണ് ശ്രീ ഉമ്മൻചാണ്ടി ഇപ്പോൾ പങ്കുവച്ചത്. അദ്ദേഹത്തിന് ഒരിക്കൽ കൂടി നന്ദി. ന്യൂസ് 18 കേരളത്തിൻ്റെ വക 1 മണിക്കൂർ നേരം ഞങ്ങളുമായി സഹകരിച്ചതിനും അഭിപ്രായങ്ങൾ പങ്കുവച്ചതിനും. ന്യൂസ് റൂം ലൈവിൽ ഇനിയൊരു ഇടവേളയ്ക്ക് ശേഷം ഗോപികൃഷ്ണൻ എത്തും.